നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ദേവരാജ മാഷിന്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചെയ്തത്. 1 മണിക്കൂറും 5 മിനിറ്റും ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് തന്നെ 6800 പേരെന്തോ കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ആ പ്രോഗ്രാം കണ്ട ഓരോരുത്തരും ദേവരാജ മാഷിനോട് കാണിച്ച ബഹുമാനമാണ്. നമ്മുടെ പാട്ടുകൾ നിരൂപണം നടത്തുന്ന രവി മേനോൻ അദ്ദേഹം എൻ്റെ വാട്സാപ്പിൽ കുറിച്ചു. ആ പ്രോഗ്രാം മനോഹരമായി ദിനേശ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പെരുമ്പിടവം ശ്രീധരൻ സാർ ഒരു സങ്കീർത്തനം പോലെയൊക്കെ എഴുതിയ മലയാളത്തിലെ എണ്ണം പറയാവുന്ന നോവലുകൾ എഴുതിയ പെരുമ്പിടവം ശ്രീധരൻ സാർ എൻ്റെ ആ പ്രോഗ്രാം കണ്ടു. 85 വയസ്സുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, നന്നായിട്ട് അവൻ ദേവരാജ മാഷിനെ വരച്ചു കാണിച്ചു. അങ്ങനെ സന്തോഷപൂർവ്വം ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ച് തിങ്കളാഴ്ച ആയപ്പോഴേക്കും സൈബർ ബുള്ളിങ് നടത്തി ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിന് ഒരു 100 ക്യാമറയും 500 ആൾക്കാരെയും കണ്ടപ്പോൾ എന്നെ അനാവശ്യമായി തെറി പറഞ്ഞ ഒരു മഹാനുണ്ടല്ലോ ഇവിടെ, അയാളെ ഞാൻ മോശമായി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു എന്ന് കള്ളപ്പരാതി കൊടുത്ത് തിങ്കളാഴ്ച രാവിലെ ആ പ്രോഗ്രാമിനെ യൂട്യൂബിനെ കൊണ്ട് പിൻവലിപ്പിച്ചു. ഞാൻ അറിയുന്നില്ല. ഞാൻ ബുധനാഴ്ചത്തെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇന്നലെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ചാനലിൽ ദേവരാജ മാഷിന്റെ പ്രോഗ്രാം ഇല്ല. എനിക്ക് ഭയങ്കര വേദന തോന്നി. കാരണം ഒരക്ഷരം കൊണ്ടും അതിലും ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിച്ചില്ല. ആകെ പറഞ്ഞത് ദേവരാജ മാഷിന്റെ കൂടെ നെഴിലുപോലെ നടന്ന മധു എന്ന് പറയുന്ന മധുസൂദനൻ നായരെ, കൊല്ലത്തുകാരനെ, അദ്ദേഹം പടങ്ങളൊന്നും ഇല്ലാതെ ആയപ്പോൾ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതിനാണ് സൈബർ ബുള്ളിങ്. ആലോചിച്ച് നോക്കി, ഞാൻ ഒരു സൈബർ ബുള്ളിങ് നടത്തിയില്ല. എനിക്കത് നല്ല വേദന ഉണ്ടായി. കാരണം ഈ മനുഷ്യനെ കുറിച്ച് വേണമെങ്കിൽ എനിക്ക് 1000 എപ്പിസോഡ് ചെയ്യാവുന്നേ. ഇയാളുടെ ക്യാരക്ടർ കള്ളനാണ് എന്ന് തെളിയിക്കാവുന്ന 100 കണക്കിന് കഥകൾ എൻ്റെ ഉണ്ടെന്നേ. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് നിരവധി നിലവാരമുള്ള ഡോക്യുമെന്ററികൾ എടുത്ത് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിയ, സംസ്ഥാനത്ത് നിന്ന് എത്ര അവാർഡ് വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല, ഒരു സംവിധായകനുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം നന്നായിട്ട് പോയപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തി. ആ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയപ്പോൾ ആ പുസ്തകം റിലീസ് ചെയ്യുന്നത് അറിയപ്പെടുന്ന കുറച്ച് ആളുകളെ വെച്ചൊരു നല്ല വേദിയിലാകണമെന്ന് അതിൻ്റെ പബ്ലിഷർ പറഞ്ഞു. മലയാളത്തിലുള്ള പബ്ലിഷർ അല്ലല്ലോ ഇംഗ്ലീഷ് പുസ്തകം. അദ്ദേഹം ഈ പറഞ്ഞ മഹാനെ ആ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. എന്ന് ചെയ്യണം എന്ന് ചോദിച്ചു. സാറിന് ഇഷ്ടമുള്ളപ്പോൾ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് 3 മാസം കഴിഞ്ഞ ഡേറ്റ് ഉള്ളൂ. ചുമ്മാ പറയുകയാണ്, ചൊറിയും കുത്തി വീട്ടിയിരിക്കുകയാണ്. എന്നാലും പറഞ്ഞു 3 മാസം കഴിഞ്ഞ ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞൊരു ഡേറ്റ് പറഞ്ഞു. മതി സാർ, ആ ദിവസം നമുക്ക് റിലീസ് ചെയ്യാം. പുസ്തകം കൊണ്ട് കൊടുത്തു. അദ്ദേഹം വായിച്ചു. ശരി, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് ഈ ഫംഗ്ഷന് വേണ്ടി പ്രാസംഗികരായിട്ട് വേറെ ആരൊക്കെയോ വിളിച്ചു. ഓർമ്മപ്പെടുത്താനായിട്ട് വിളിച്ചപ്പോൾ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ പറയണം, എന്തെങ്കിലും തിരക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല, വരാമെന്ന് പറഞ്ഞിട്ട് പുസ്തകം റിലീസ് ചെയ്തതിൻ്റെ തലേദിവസം പറയാ, ഞാൻ ഇയാളോട് പറഞ്ഞതല്ലേ എനിക്ക് ആ ദിവസം വരാൻ പറ്റില്ല. 3 മാസം മുമ്പ് ഡേറ്റ് കൊടുത്തിട്ട് പറയാണ്, പുസ്തകം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം പറയാണ്, ഞാൻ ഈ ഡേറ്റിന് ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇല്ല സാർ, താങ്കൾ ഈ ഡേറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റ് വെച്ച് കാർഡടിക്കുകയും ആളുകളെ ക്ഷണിക്കുകയൊക്കെ ചെയ്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഈ ദിവസം ഇവിടെ ഇല്ല എന്ന്. ഞാൻ ഈ ദിവസം കോഴിക്കോട്ട് ഒരു ഫംഗ്ഷനിൽ, പുസ്തകമല്ല, ഒരു ഫംഗ്ഷനിൽ ഉദ്ഘാടകനായി പ്രാസംഗികനായി ചെല്ലാമെന്ന് പറഞ്ഞൊരു വലിയ തുക അവർ ഓഫർ ചെയ്തു. ഞാനിതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ല, ഞാൻ കോഴിക്കോട്ടേക്ക് പോകും. അയ്യോ, അത് വലിയ മോശമല്ലേ സാർ? ഒരു നമ്മളെ കേരളത്തിലുള്ള ഒരു പോലും അല്ല, ഒരു പ്രസിദ്ധീകരണശാലക്കാർ ആ പുസ്തകം എടുക്കുകയും അവരൊരു നല്ല ഫംഗ്ഷൻ നടത്തുമെന്ന് പറയുകയും താങ്കളുടെ പെർമിഷൻ വാങ്ങുകയും താങ്കൾക്ക് പുസ്തകം വായിക്കാൻ തരികയും 3 മാസം കഴിഞ്ഞ് താങ്കൾ ഒരു ഡേറ്റ് തരികയും അത് വെച്ച് ഞാൻ കാർഡ് അടിക്കുകയും ആ കാർഡ് താങ്കൾക്ക് കൊണ്ടുതരികയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകം റിലീസ് ചെയ്യുന്ന തലേ ദിവസം ഞാൻ നിങ്ങളുടെ ഈ ദിവസം ഇല്ല എന്ന് കള്ളം താങ്കൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ശരി സാർ, സാറ് പൊയ്ക്കോളൂ, എൻ്റെ പുസ്തക പ്രകാശനം നടക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയൊക്കെ ആയിരുന്ന TP ശ്രീനിവാസനെ കൊണ്ടുവന്ന് ആ പുസ്തകം റിലീസ് ചെയ്തു. അപ്പോൾ ഈ എഴുത്തുകാരൻ എന്നോട് പറയാ, ഇദ്ദേഹം ഇപ്പം ജീവിക്കുന്നത് സിനിമയും സീരിയലും കൊണ്ടൊന്നും അല്ലല്ലോ,
ഇദ്ദേഹം കാണുന്ന അമ്പലങ്ങളിലും കാണുന്ന സംഘടനകളുടെയൊക്കെ അവാർഡ് വാങ്ങിച്ചൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഇത്ര രൂപ, കൊല്ലം ജില്ലയിലാണെങ്കിൽ ഇത്ര രൂപ, എറണാകുളത്താണെങ്കിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞ് പ്രസംഗത്തിന് പൈസ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളാണിപ്പോൾ. മേലനങ്ങാതെ പൈസ ഉണ്ടാക്കുന്ന ആളാണ്. എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതങ്ങ് വിട്ടു. കാരണം ഇങ്ങനെയുള്ളവരുടെ ഒന്നും കഥ ഇനി പറയണ്ടെന്ന് പറഞ്ഞ് വിട്ടതാണ്. ഞാൻ ദേവരായ മാഷിനെ കുറിച്ച് ഈ സ്റ്റോറി ചെയ്തപ്പോൾ ദേവരാജ മാഷിന്റെ ഒരു ശിഷ്യനെ അദ്ദേഹത്തിന് സിനിമയൊന്നും ഇല്ലാതായപ്പോൾ അദ്ദേഹം അവനൊരു ജോലി കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് ഈ മഹാനെ വിളിച്ച് എന്തെങ്കിലും ഒരു പണി കൊടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ടാണ് ഇതിൽ സംസാരിച്ചത്. പക്ഷേ സൈബർ ഹരാസ്മെന്റ് നടത്തി എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ആ എപ്പിസോഡിനെ പിൻവലിപ്പിച്ചു. ഞാൻ സംസാരിച്ചവരൊക്കെ പറഞ്ഞു, ദിനേശ് അതെടുത്ത് റീപോസ്റ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ല, അത് സൈബർ നിയമം അനുസരിച്ചല്ല, യൂട്യൂബിന്റെ നിയമം അനുസരിച്ച് അത് ശരിയല്ല, ഞാനത് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം എന്ന് പറഞ്ഞ് വീണ്ടും ആദ്യമായിട്ട് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ആ പ്രോഗ്രാം തന്നെ രണ്ടാമത് വീണ്ടും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കണ്ട 6500 പേര് വീണ്ടും ഇത് കാണാൻ നോക്കുകയാണെങ്കിൽ കാണണ്ട, ഇത് രണ്ടാമത് വീണ്ടും ചെയ്യുന്നു. പിന്നെ ചില കഥകൾ ഞാൻ ഇതിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതല്ലാതെ ദേവരാജ മാഷിനെ പോലെ ഒരു വലിയ എന്താ പറയുക ഈർഷ്യ തുല്യനായി ജീവിച്ച, നല്ല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിച്ച ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പ്രോഗ്രാമിൽ പറയുന്നതിൽ ജീവിച്ചിരിക്കുന്നവരെയാണ് ഞാൻ വിമർശിക്കാറ്. ജീവിച്ചിരിക്കുന്നവരെ വിമർശിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷേ ദേവരാജ മാഷ് മരിച്ച ശേഷം മാഷും ഞാനുമായിട്ട് ഉടക്കായിരുന്നു. മാഷ് എൻ്റെ പാട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ മാഷിന്റെ ഹാർമോണിയസിന് ചെയ്യുമെന്ന് ഞാൻ മാഷിനെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുന്ന ദേവരാജൻ മാഷ് ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വരി പറഞ്ഞിരുന്നുവെങ്കിൽ വിവരം അറിഞ്ഞനെ. ഞാൻ അങ്ങനെയല്ല, നട്ടാക്കുരുക്കാത്ത കള്ളങ്ങളും പൊങ്ങച്ചും പറയാറില്ല. ഞാൻ പൊങ്ങച്ചം പറയില്ല. ഞാൻ നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. ഇത് മരിച്ചുപോയ ആളുകളെ കുറിച്ച് കള്ളം പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി പ്രസംഗിച്ച് നടക്കുന്ന വയറ്റിപ്പഴപ്പ് തൊഴിലാളി അല്ല ഞാൻ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ, ഞാൻ മമ്മൂട്ടിയെ ആണെങ്കിൽ മമ്മൂട്ടിയെ വിമർശിച്ചിട്ടുണ്ട്, മോഹൻലാലിനെ വിമർശിച്ചിട്ടുണ്ട്, ദിലീപിനെ വിമർശിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിയെ വിമർശിച്ചിട്ടുണ്ട്, ആരെയല്ല എൻ്റെ ഗുരുനാഥന്മാരെ അടക്കം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ സത്യസന്ധമായി 100% ദിനേശ് ഒരു വാപോയ കോടാലി നിന്നാളാരോ പറഞ്ഞു കേട്ട്. ഞാൻ വാപോയ കോടാലി ഒന്നുമല്ല. മണ്ടത്തരം പറയില്ല, കള്ളം പറയില്ല, വ്യക്തിഹത്യ നടത്തില്ല, ഒരാളിനെ വ്യക്തി വൈരാഗ്യം വെച്ചോണ്ട് കഥ ഉണ്ടാക്കില്ല. നടന്ന 100% സത്യസന്ധമായ കാര്യങ്ങളെ പറയും. അല്ലാതെ ദേവരായ മാഷ് മരിച്ചു പോയതുകൊണ്ട് ദേവരായ മാഷിനെ തള്ളക്കി വിളിക്കുന്ന പരിപാടിയൊന്നും നടത്തുന്നവന്മാരെ പട്ടികയിൽ ഞാൻ പെടില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാമിൽ ദേവരാജ മാഷിനെ ഞാനൊരു ഈർഷ്യതുല്യനായി വലിയ മനുഷ്യനായി പറഞ്ഞത് ഇദ്ദേഹത്തിന് ദഹിച്ചു കാണില്ല. എന്നാൽ ദേവരാജന്റെ പ്രോഗ്രാം ആരും കാണണ്ടെന്ന് വിചാരിച്ചാൽ, അല്ലാതെ ഞാൻ എന്ത് സൈബർ ബുള്ളിങ് നടത്തി? ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ സൈബർ ബുള്ളിങ് നടത്തി എന്ന് പരാതി കൊടുത്ത് ആ പ്രോഗ്രാമിനെ പിൻവലിപ്പിച്ചു. നമുക്ക് നോക്കാം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന ഈ ചാനലിനെ തന്നെ ഇല്ലാതാക്കിയാൽ പോലും 10 വേറെ ചാനലുണ്ടാക്കി ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ കാണിക്കുന്നവന്മാരെ വെളിച്ചത്ത് ഞാൻ കൊണ്ടുവരും. വെളിച്ചത്ത് കൊണ്ടുവരും. എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ ഈ തെളിവുകളില്ല എങ്കിൽ ഞാൻ പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച പോയ ദേവരാജൻ മാഷിന്റെ ജീവിതത്തിന്റെ അവസാന റീൽ ഓടുന്ന സമയത്തുള്ള ആ അനുഭവകഥ ഒരിക്കൽ കൂടി വീണ്ടും നമ്മൾ ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ള 6500 പേരിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ കാണണ്ട എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അതിലും എനിക്ക് കള്ളം പറയാൻ വയ്യ. നമസ്കാരം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ദേവരാഗത്തിന്റെ എന്താ പറയാ കൈപുണ്യമുള്ള ദൈവസ്പർശമുള്ള, അദ്ദേഹം ഒരു ദൈവവിശ്വാസി അല്ലായിരുന്നെങ്കിലും ശബരിമലയിൽ തങ്ക സൂര്യോദയം പോലുള്ള മനോഹരമായ പാട്ടുകൾക്ക് സംഗീതം കൊടുത്ത ദേവരാജൻ മാഷിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദേവരാജൻ മാഷിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 2001 ജനുവരി 1, സ്ഥലം തിരുവനന്തപുരം വഴുതക്കാടുള്ള ടാഗോർ തിയേറ്റർ. 21ാം നൂറ്റാണ്ടിലേക്ക് എന്ന ഒരു ഗാനസന്ധ്യ ടാഗോർ തിയേറ്ററിൽ അരങ്ങേറുകയാണ്. ശക്തിഗാഥയുടെ ബാനറിൽ ദേവരാജൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന 21ാം നൂറ്റാണ്ടിലേക്ക് എന്നുള്ള ഗാനസന്ധ്യ. ONV കുറുപ്പ് സാറും കെ ജയകുമാർ IAS പെരുമ്പാവൂർ G രവീന്ദ്രനാഥും ഉൾപ്പെടെ TP ശാസ്ത്രമംഗലം സിനിമകളെ കൃത്യമായി നിരൂപണം നടത്തുന്ന TP ശാസ്ത്രമംഗലവും അടക്കം സമ്പന്നമായ സദസ്സ്. സംഗീത രംഗത്തും ചലച്ചിത്ര രംഗത്തുമുള്ള പ്രമുഖരുണ്ട് അവിടെ. സമയം കൃത്യം 6:30. ദേവരാജൻ മാസ്റ്റർ
ആമുഖ പ്രസംഗം നടത്താൻ തുടങ്ങി. ക്ഷിപ്രകോപി എന്നാണല്ലോ അദ്ദേഹത്തെ പറയാറ്. അപ്പോൾ ക്ഷിപ്രകോപിയായ ആരെക്കുറിച്ചും സത്യസന്ധമായി മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത മാഷ് എന്തു പറയുന്നു എന്നറിയാനുള്ള ഏകാഗ്രതയിലായിരുന്നു ടാഗോർ തിയേറ്ററിലെ ആ സമ്പന്നമായ സദസ്സ്. ചിലർ അങ്ങനെയാണ്. അവർ സംസാരിക്കാൻ എണീറ്റാൽ സദസ്സ് ശ്വാസം അടക്കി പിടിച്ചിരിക്കും. അതിലൊരാളാണ് ദേവരാജ മാഷ്. ഞാൻ പിന്നെ അത് കണ്ടിട്ടുള്ളത് സുകുമാർ അഴീക്കോട് മാഷിനെയാണ്. ഒരക്ഷരം ആരും സംസാരിക്കില്ല, കേട്ടോണ്ടിരിങ്ങനെ. ഈ പുതിയ നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് മുൻപിൽ ഞാനിതാ 5 യുവ ഗായകരെ അവതരിപ്പിക്കുന്നു. വരും കാലത്ത് സിനിമാ സംഗീത രംഗത്ത്, പ്രത്യേകിച്ച് ലളിതഗാന ചലച്ചിത്ര സംഗീത മേഖലയിൽ എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകാൻ കെൽപ്പുള്ളവരാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന 5 പേര്. എൻ്റെതായ സംഗീത സങ്കല്പത്തിൽ വിവിധ ഭാവങ്ങളിലുള്ള ഗാനങ്ങൾ പാടാനായി ഇവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ നൂറ്റാണ്ടിൻ്റെ ശബ്ദങ്ങൾ ആകാനുള്ള ജ്ഞാനവും പരിശീലനവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവരുടെ പരിശീലനവും ഭാഗ്യവും പോലെ ഇരിക്കും. എനിക്ക് ഒരു കാര്യത്തിലെ ആശങ്കയുള്ളൂ. നാളെ ഇവർ പാടാൻ പ്രാപ്തരാകുമ്പോൾ ഇവർക്ക് പാടാൻ സിനിമയിൽ പാട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയമായിരുന്നു മാഷിനുണ്ടായിരുന്നത്. ഞാൻ ഈണമിട്ട വ്യത്യസ്ത ശൈലിയിലും സന്ദർഭങ്ങളിലുമുള്ള ഗാനങ്ങൾ ഇന്ന് ഇവർ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കും. ഇവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. ഇതാണ് ആമുഖമായി ദേവരായ മാഷ് പറഞ്ഞത്. അദ്ദേഹം പരിചയപ്പെടുത്തിയത് സുദീപ് കുമാർ, ഡോക്ടർ രശ്മി, ഋതുപ്രതാപ്, ജൂലി ജോസ്, വിജേഷ് ഗോപാൽ, ഇങ്ങനെ 5 ചെറുപ്പക്കാരെയാണ്. 2 പെൺകുട്ടികളെയും 3 ആൺകുട്ടികളെയുമാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. 5 പേരും അവരുടെ കഴിവുകളെയും പ്രത്യേകം മാഷ് വിലയിരുത്തി. ശ്രോതാക്കൾ കൈയടിച്ച് സ്വീകരിച്ചു. ഈ പ്രോഗ്രാമിൽ ഭാഗമാകാൻ ഭാവഗായകൻ പി ജയചന്ദ്രനും മാധുര്യമ്മയും ഈ നവാഗതരോടൊപ്പം പങ്കെടുത്തു. കണ്ടക്ട് ചെയ്തത് പ്രശസ്ത സംഗീത സംവിധായകനും ദേവരാജ മാഷിന്റെ പ്രിയ ശിഷ്യനുമായിരുന്ന ജോൺസൺ മാഷ്. ശക്തിഗാഥയിലെ ഗായകർ കോറസ് പാടാൻ ഉണ്ടായിരുന്നു. 21ാം നൂറ്റാണ്ടിലേക്ക് ഗാനസന്ധ്യ എന്ന ഈ പ്രോഗ്രാം തലസ്ഥാനം കണ്ട നല്ല സംഗീത പരിപാടികളിൽ ഒന്നായിരുന്നു. ഏതെങ്കിലും ചാനലുകളോ തുണിക്കടകളോ സ്വർണ്ണക്കടകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പണം കാശുള്ള ഒരുപാട് കാശ് കയ്യിലുള്ള വ്യക്തികളോ അവരുടെ സഹായമോ സ്പോൺസർഷിപ്പോ ഒന്നും വാങ്ങാതെ ദേവരാജ മാഷ് സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി സംഘടിപ്പിച്ചതായിരുന്നു ഈ പരിപാടി എന്ന് അണ്ടർലൈൻ ഇട്ട് നമ്മൾ ഓർക്കണം. 1 രൂപ ആരും വാങ്ങിയിട്ടില്ല. ഇവിടെ ചാനലുകളൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? 100 സ്വർണ്ണക്കടയുടെയും തുണിക്കടയുടെയൊക്കെ പരസ്യം വാങ്ങിയിട്ടാണല്ലോ സംഗീത പരിപാടികൾ നടത്തുന്ന, അവാർഡ് ദാനവും ഒക്കെ. പക്ഷെ ഇത് മാഷിന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ നിന്നും അദ്ദേഹം ഈ പ്രോഗ്രാം നടത്തിയത്. എന്തിനാവും ഇങ്ങനെ കാശും സമയവും മുടക്കി 5 നവാഗത പ്രതിഭകളെ മാഷ് സംഗീതാസ്വാദകരെ കേൾപ്പിച്ചത് എന്ന് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ആരും ചോദിക്കില്ല. മാഷ് എന്തിനാ മാഷിന് വേറെ പണിയൊന്നുമില്ലേ, എന്തിനാ ഈ പുതിയ 5 ആൾക്കാരെ പരിചയപ്പെടുത്തണമെന്ന് ആരും ചോദിച്ചില്ല. ഇനി പലരും പിന്നിൽ നിന്ന് അദ്ദേഹത്തിനെ കുത്തിയിട്ടുണ്ട്. പലരും പലതവണ കുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു അനുഭവമായി എടുത്തല്ല, അതുപോലും മാഷ് എന്താ പറയാ ഇഗ്നോർ ചെയ്ത് കളഞ്ഞ സ്വഭാവക്കാരനാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ ന്യായവാദങ്ങൾ പറഞ്ഞാലും നമ്മുടെ ഗാനഗന്ധർവൻ മാഷിനെ നന്നായി നോവിച്ചു അവസാന കാലത്ത് എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. ഇനി നിങ്ങൾക്ക് തർക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും ചിലപ്പോൾ ഈ നവാഗതരെ കണ്ടെത്താൻ കാരണമായിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു. മാഷിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ ആവാൻ വഴിയില്ല. കാരണം അദ്ദേഹം ആരുടെയും വിരോധം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളല്ല. പക്ഷേ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. മാഷ് 2001 പരിചയപ്പെടുത്തിയ ഈ 5 പേരിൽ 4 പേരും സംഗീത രംഗത്ത് തങ്ങളുടെ വ്യക്തിത്വം തെളിയിച്ചവരാണ്. ആയിരക്കണക്കിന് വേദികളിലും കുറേ സിനിമകളിലും ആൽബങ്ങളിലുമൊക്കെ 4 പേരും ഇപ്പോഴും ലൈവാണ്. ജൂലി ജോസ് മാത്രം തൻ്റെ വഴിമാറി നടന്നു. അവര് ആധ്യാത്മിക ലോകത്തേക്ക് പോയി, കന്യാസ്ത്രീയായി, സിസ്റ്റർ ജൂലി തെരേസയായി. വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പ്രസന്റ് ടൈമിൽ അവര് ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തുണ്ട്. അതിൽ വലിയ സംഭാവനകൾ നൽകുന്നു എന്ന് പറയുന്നു. സുദീപ് 2011 രതിനിർവേദം ഭരതൻ സംവിധാനം ചെയ്ത രതിനിർവേദം രാജീവ് കുമാർ 2ാമത് ചെയ്തല്ലോ, നമ്മളെ സുരേഷ് കുമാറിന് വേണ്ടി. അതിൽ പാടിയ പാട്ടിലൂടെ സംസ്ഥാന അവാർഡ് നേടി.
വിധുപ്രതാപ് സായാഹ്നം എന്ന് പറഞ്ഞ സിനിമയിൽ പാടി മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടി. അത് തീർച്ചയായിട്ടും ആ രണ്ടുപേരുടെയും പുരസ്കാരം നേടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. സുധീർ കുമാർ പറയുന്നത്, സംഗീത സംവിധാനത്തിലൂടെ ദേവരാജ മാഷ് സമ്പാദിച്ച പണത്തിന്റെ വലിയൊരു ഭാഗം മാഷ് സംഗീതത്തിനായി തന്നെ തിരികെ നൽകി എന്നാണ്. ചലച്ചിത്ര സംഗീതത്തിന്റെ 50 വർഷം 1994 ഓഗസ്റ്റിൽ 3 ദിവസമായി 100 പാട്ടുകൾ ഉൾപ്പെടുത്തി ദേവരാജ മാഷ് തലസ്ഥാനത്ത് അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു ഇളയരാജ. ഇളയരാജ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും കൊടുക്കാനുള്ള ഷീൽഡ് അദ്ദേഹത്തിന്റെ വകയായി മാഷിന് ചെയ്തു കൊടുത്തു. കാർക്കശ്യക്കാരൻ ആണെങ്കിലും ശുദ്ധ ഹൃദയത്തിന് ഉടമയാണ് ദേവരാജ മാഷ്. കൊയർ ഗാനങ്ങളുടെ അവതരണത്തിനായി ശക്തിഗാഥ രൂപീകരിച്ചു. വയലാറിന്റെ പ്രതിമ മാനവീയം റോഡിൽ അനാച്ഛാദനം ചെയ്തു. ബൃഹത്തായ 3 സംഗീതം ബേസ് ചെയ്തുള്ള 3 പുസ്തകങ്ങളുടെ രചന നിർവഹിച്ചു. ഇപ്പോൾ ഈ 5 പുതിയ ഗായകരെ പങ്കെടുപ്പിക്കുന്ന ഗാനസന്ധ്യ നടത്തി. ഇതെല്ലാം സ്വന്തം സമ്പാദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ചെലവഴിച്ചത്. മലയാളത്തിലെ ഒരു കാലത്തെ വലിയ നിർമ്മാണ വിതരണ കമ്പനി ആയ ഒരു കമ്പനി, ഞാൻ പേര് പറയുന്നില്ല, ആ കമ്പനിയുടെ 1 ഡസനിലധികം സിനിമ, 14 സിനിമയ്ക്കേറ്റോ ദേവരാജ മാഷ് സംഗീതം കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തല സംഗീതം നൽകുകയും ഒക്കെ ചെയ്തിട്ട് 1 രൂപ പോലും ആ 14 സിനിമയുടെയും ഈ പറഞ്ഞ നിർമ്മാതാവ് കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു തവണ പോലും ദേവരാജ മാഷ് പരസ്യമായി ഇങ്ങനെ എന്നെ പറ്റിച്ചവനാണ് ഈ വലിയ കോപ്പിൽ സഫാരി സൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഈ നിർമ്മാതാവെന്ന് പറഞ്ഞിട്ടേയില്ല. വയലാറും ONV മുതലായവരുടെ ഗാനങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മാസ്റ്ററുടെ പക്കലുണ്ട്. നല്ല വടിവത്ത കൈയക്ഷരമുള്ള സുദീപിനെ കൊണ്ട് ഇവയിൽ നിന്നും മാഷ് പറയുന്ന പാട്ടുകൾ പകർത്തിയെടുത്ത് നടത്തിക്കും. ആ പാട്ടുകളുടെ കാസറ്റുകൾ ഒരു തവണ മാസ്റ്റർ കേൾക്കും. എന്നിട്ട് ഹാർമോണിയത്തിൽ ശ്രുതി പിടിച്ച് സിനിമക്കായി എങ്ങനെ റെക്കോർഡ് ചെയ്തു അതേ സ്റ്റൈലിൽ 5 പേരെയും നേരത്തെ പറഞ്ഞ 5 പേരെയും മാഷ് പഠിപ്പിച്ചു. ഒരു വർഷം 5 പേരെയും 100ഓളം പാട്ടുകളാണ് മാഷ് പഠിപ്പിച്ചത്, അതും പ്രതിഫലം വാങ്ങാതെ. ഇതിൽ നിന്നും ഗാനസന്ധിക്കുള്ള പാട്ടുകൾ തിരഞ്ഞെടുത്തു. പരിപാടിയുടെ ക്ഷണക്കത്തിലും മാഷിന്റെ പിടിവാശികളുണ്ടായിരുന്നു. പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നതുവരെ ഹാളിനകത്തേക്കോ പുറത്തേക്കോ ആരും പോകാൻ പാടില്ല എന്ന് ക്ഷണക്കത്തിൽ തന്നെ മാഷ് അടിച്ചു. കൊച്ചുകുട്ടികളെ പ്രോഗ്രാമിനായി കൊണ്ടുവരരുത്. കാരണം ആരെങ്കിലും ആത്മാർത്ഥമായി പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ കുട്ടികൾ അവിടെ കിടന്ന് ഓടുകയോ കുട്ടികൾ കരയുകയോ ചിരിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ഏകാഗ്രത നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് കുട്ടികളെ ആരെയും കൊണ്ടുവരരുത്. പിന്നെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം മാഷിന് ഭയങ്കര ദേഷ്യമുള്ളൊരു സാധനമാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ പാടില്ല, അതും മാഷ് നിർബന്ധിച്ചിരുന്നു. 2001 ജനുവരി 1 ടാഗോർ തിയേറ്ററിലെ പ്രൗഢഗംഭീരമായ ഗാനസന്ധ്യ. അതിനും 7 മാസം മുമ്പ് 2000 മെയ്യിൽ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ കമുകറ ഫൗണ്ടേഷൻ്റെ, കമുകറ പുരുഷോത്തമൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഫൗണ്ടേഷൻ്റെ അവാർഡ് നിശ നടക്കുകയായിരുന്നു. അവാർഡ് ദാനത്തിന് പിന്നാലെ പി ഭാസ്കരൻ എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകിയ ഗാനങ്ങൾ മാത്രമുള്ള ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ദേവരാജ മാഷ് മാത്രമല്ല, വി ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ അടങ്ങിയ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ പ്രശസ്തരോടൊപ്പം തുടക്കക്കാരനായ സുധീർ കുമാറും പാടാനുണ്ടായിരുന്നു. ദേവരാജ മാഷ് ഇണമിട്ട ഭാസ്കരൻ മാഷിന്റെ പൊന്നിയിലെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്നുള്ള പ്രശസ്തമായ ഗാനം. മൂലധനത്തിലെ സത്യമാഷ് പ്രത്യേക ഒരു സ്റ്റൈലിൽ ശാരദ ചാരുകസേരയിലൊക്കെ ഇരിക്കുമ്പോൾ നടന്നു പാടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. സ്വർഗഗായികേ ഇതിലെ ഇതിലെ സ്വപ്നലോലുപേ ഇതിലെ ഇതിലെ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു എന്നുള്ള നല്ല കോളിനോസ് പുഞ്ചിരിയോടെ സത്യമാഷ് പാടി അഭിനയിച്ച മൂലധനത്തിലെ പാട്ട്. ഇതൊക്കെ പാടിയത് അന്ന് സുദീപ് കുമാർ ആയിരുന്നു. പ്രോഗ്രാം കാണാൻ ദേവരാജ മാഷും ഉണ്ടായിരുന്നു. കമുകറ ഫൗണ്ടേഷന്റെ സംഘാടകരിൽ ഒരാളാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ആർ ഗോപാലകൃഷ്ണൻ, ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ. നസീർ സാറിനെ കുറിച്ച് മധുസാറിനെ കുറിച്ചും ബൃഹത്തായ 2 പുസ്തകങ്ങൾ എഴുതിയ ആർ ഗോപാലകൃഷ്ണൻ. ദേവരാജ മാഷിൻ്റെയും ONV കുറുപ്പിൻ്റെയും ഗുഡ് ബുക്കിലുള്ള ആളാണ് ഗോപാലകൃഷ്ണൻ. പരിപാടി അവസാനിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ സെനറ്റ് ഹാളിൻ്റെ വേദിക്ക് പിന്നിൽ ചെന്ന് സുധീർ കുമാറിനെ പരിചയപ്പെട്ടു. ദേവരാജ മാഷിന്റെ ഒരു പ്രോഗ്രാമിൽ പാടാൻ താല്പര്യമുണ്ടോ? ഇതായിരുന്നു ഗോപാലകൃഷ്ണന്റെ ചോദ്യം.
ഒന്നും ആലോചിക്കാതെ സുധീകുമാറിന്റെ മറുപടി വന്നു, അയ്യോ താല്പര്യം ഉണ്ടോ എന്നോ, അതൊക്കെ എൻ്റെ വലിയ സ്വപ്നമല്ലേ എന്നാണ് സുദീപ് പറഞ്ഞത്. എന്നാൽ അടുത്ത ദിവസം പിറ്റേന്ന് മാഷിനെ വീട്ടിൽ പോയി ഒന്ന് കാണണമെന്ന് ഗോപാലകൃഷ്ണൻ സുധീകുമാറിനെ ഏർപ്പാട് ചെയ്തു. സന്തോഷം കൊണ്ട് സുധീകുമാറിന്റെ മനസ്സ് തുള്ളി ചാടുമ്പോഴും സുദീപിനൊരു പേടിയുണ്ടാണ്, ഒരു പേടിയുണ്ട് മനസ്സിൽ. കാരണം കുറച്ചു കാലം മുമ്പ് സുധീകുമാർ ചെയ്ത ഒരു ഭയങ്കര ഒരു മണ്ടതരം കാണിച്ചു സുദീപ്. മാഷിന്റെ മുന്നിൽ കുറച്ചു കാലം മുമ്പ് ചമ്മിയ ഒരു അനുഭവം സുദീപിനുണ്ട്. ഒരു ഭക്തിഗാന കാസറ്റ്, ഒരു ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഭക്തിഗാന കാസറ്റിൽ പാടാനായിട്ട് സുദീപ് കോഴിക്കോട്ട് പോയി. തേജ് മെർവിൻ, എനിക്ക് വളരെ പരിചയമുള്ള തേജാണ് എൻ്റെ സംഗീതം, ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയാണ് ഗാനരചന, മധു ബാലകൃഷ്ണനും സിന്ധുവും സുദീപുമാണ് ആ കാസറ്റിന് വേണ്ടി പാടുന്നത്. റെക്കോർഡിങ്ങിനുള്ള വിളിയും കാത്ത് ഹോട്ടൽ മുറിയിൽ ഇരിക്കുമ്പോൾ സുദീപിന്റെ ബന്ധുവും സംഗീത സംവിധായകനും ഒക്കെ ആയ NP പ്രഭാകരൻ സുദീപിനെ വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് മലയാള സിനിമാ സംഗീതത്തിലെ കുലപതിയായ ദേവരാജ മാഷിനെ കോഴിക്കോട്ടുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. മാസ്റ്ററുമായി NP പ്രഭാകരന് നല്ല അടുപ്പമാണ്. നാളെ ഗാനരചയിതാവ് PK ഗോപിയുമായിട്ട് NP പ്രഭാകരൻ മാഷിനെ കാണാൻ കോഴിക്കോട്ട് വരുന്നുണ്ട്. പിറ്റേന്ന് ഇരുവരും കൂടി വന്നു. നീ വരുന്നോ എന്ന് സുധീകുമാറിനോട് NP പ്രഭാകരൻ സാർ ചോദിച്ചു. ദേവരാജൻ മാഷിനെ കാണാൻ കിട്ടുന്ന അപൂർവ ഭാഗ്യമല്ലേ, അതുകൊണ്ട് സുദീപ് കൂടെ പോയി. മാസ്റ്ററുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ് NP പ്രഭാകരൻ. അദ്ദേഹം കൂടെ വന്ന പയ്യനെ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി. മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലത്താണ്, തുടക്കകാലമാണ്. വളരെ കുറച്ചു പേരിലേ മൊബൈൽ ഫോണുള്ളൂ. സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ ലാൻഡ് ഫോൺ മാത്രം പോരാ എന്നും ഒരു മൊബൈൽ ഫോൺ വാങ്ങി കയ്യിൽ സൂക്ഷിക്കണമെന്ന് ആരോ സുദീപിനെ ഉപദേശിച്ചിരുന്നു. അങ്ങനെ ഒരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ച സമയമായിരുന്നു. മൊബൈൽ ഫോൺ കൈവശമുള്ളതിനാൽ സ്റ്റുഡിയോയിൽ നിന്നും ആവശ്യം വരുമ്പോൾ വിളിക്കുമല്ലോ എന്ന ധൈര്യത്തിലാണ് സുദീപ് മാഷിനെ കാണാൻ NP പ്രഭാകരൻ സാറിന്റെ കൂടെ പോയത്. തനിക്ക് പ്രിയപ്പെട്ട പ്രഭാകരൻ പരിചയപ്പെടുത്തിയ പയ്യനായതിനാൽ മാഷ് സുദീപിനോട് കുശലങ്ങൾ ചോദിച്ചു. ആലപ്പുഴയിലാണ് വീടെന്നും ഇപ്പോൾ LLBക്ക് പഠിക്കുകയാണെന്നും ഇപ്പോൾ കോഴിക്കോട്ട് വന്നത് തേജ് സംഗീതം കൊടുക്കുന്ന ചുവല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതിയ ശ്രീകൃഷ്ണ ഭക്തിഗാനം പാടാനാണ്, അതിൻ്റെ റെക്കോർഡിങ്ങിനാണ് വന്നതെന്നും ഒക്കെ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ സുദീപ് പറയുന്നതിനിടയിൽ പണ്ടാരമടങ്ങാൻ സുദീപിന്റെ പോക്കറ്റ് കിടന്ന മൊബൈൽ ഫോണ് കൊലവിളി വിളിച്ചു എന്നാണ് സുദീപ് തന്നെ പറയുന്നത്. മാസ്റ്റർ ചെറുതായൊന്ന് ഞെട്ടി ആ ബെല്ലടി കേട്ടപ്പോൾ. രൂക്ഷമായി നെഞ്ചിൽ തറയ്ക്കുന്നൊരു നോട്ടം മാഷ് സുദീപിനെ നോക്കി. ആരാണെങ്കിലും മൂത്രമൊഴിച്ചു പോകും. മാഷിങ്ങനെ തുറച്ചു നോക്കി. 100% മാഷിന് ആ മൊബൈൽ ഫോണിന്റെ ബെല്ലടി ഇഷ്ടമായില്ല. സുദീപ് ഫോണുമായി പുറത്തേക്ക് ചാടി. സംസാരിച്ച് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് മറ്റേ തേജ് സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുന്നതാണ്. വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പമ്മി വീണ്ടും അകത്തേക്ക് കയറി. അപ്പം മാസ്റ്റർ കട്ടിലിൽ ചരിഞ്ഞ് കിടക്കുകയാണ്. വീണ്ടും സുദീപുമായിട്ട് സംസാരം തുടരുമ്പോൾ സുദീപ് പറയുന്നത് കടുപ്പത്തിൽ ഇത്തിരി സ്ട്രോങ് ആയിട്ട് മൊബൈൽ പിന്നെയും കൊലവിളി നടത്തിയെന്നാണ്. മാഷ് ആദ്യത്തെ അങ്ങ് പോട്ടെന്ന് വെച്ചു. സുദീപ് വീണ്ടും മാഷുമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഇത്തിരി സ്ട്രോങ് ആയിട്ട് തന്നെ കൊലവിളി നടത്തി എന്നാണ് പറഞ്ഞത് തൻ്റെ മൊബൈൽ ഫോൺ. മാഷിന്റെ ക്ഷമ പമ്പ കടന്നു. കണ്ണുകൾ ജ്വലിച്ചു. എവനെ പിടിച്ച് പുറത്താക്ക് എന്ന് മാഷ് ആജ്ഞാപിച്ചു. പറഞ്ഞു തീരും മുമ്പ് ഫോണുമായി സുദീപ് പുറത്തേക്ക് ചാടി. സുദീപിനെ കൂട്ടിക്കൊണ്ടുവരികയും മാഷിന് ഭംഗിയായി പരിചയപ്പെടുത്തുകയും ചെയ്ത NP പ്രഭാകരനും കിട്ടി മാഷിന്റെ വക വഴക്ക്. ലീലാമണിയമ്മ, അപ്പൊ പെരുന്ന ലീലാമണിയമ്മ മാഷിന്റെ ഭാര്യ അവിടെ ഉണ്ട്. അപ്പോൾ പെരുന്ന ലീലാമണിയമ്മയ്ക്ക് മനസ്സിലായി, അയ്യോ പാവം പയ്യൻ മാഷിന്റെ എവനെ പിടിച്ച് പുറത്താക്കുന്നുള്ള ആ കൊലവിളി കേട്ടപ്പോൾ പേടിച്ചു പോയി കാണുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ലീലാമണിയമ്മയും പ്രഭാകരൻ സാറും പുറത്തിറങ്ങി വന്ന് വിഷണ്ണനായി നിൽക്കുന്ന സുദീപിനെ ആശ്വസിപ്പിച്ചു. കൂൾ ഡൗൺ ആശ്വസിപ്പിച്ചു. മാഷ് ക്ഷിപ്രകോപിയാണ്. സാരമില്ല, കുറച്ചു നേരം ഇവിടെ നിൽക്കി. അത് കഴിഞ്ഞ് ഫോൺ ഓഫാക്കിയിട്ട് അകത്ത് കയറി ക്ഷമ പറഞ്ഞാൽ മതി, പ്രശ്നം തീരും. മാഷിന് അത്രയേ ഉള്ളൂ. അല്ലാതെ മാഷ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ
കടൽ കിഴവനെ പോലെയൊന്നും വാശി കൊണ്ട് കിടക്കുന്ന ആളല്ല. അദ്ദേഹം തണുക്കും. ലീലാമണിയമ്മ പറഞ്ഞു. സ്റ്റുഡിയോയിൽ നിന്നും തേജാണ് വിളിച്ചത്. ഉച്ച കഴിഞ്ഞ് റെക്കോർഡിങ്ങിനുള്ള വിവരം പറയാനാണ് തേജ് വിളിച്ചത്. പക്ഷെ കഷ്ടകാലത്തിനായിപ്പോയി. സുദീപ് പുറത്തു നിന്ന് വിറച്ചു. 1/4 മണിക്കൂറോളം പുറത്തു നിന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് പമ്മി അകത്തേക്ക് കയറി. അപ്പോഴേക്കും മാഷ് ശാന്തനായി കഴിഞ്ഞു. സുദീപ് മാഷിനോട് ക്ഷമ പറഞ്ഞു. പക്ഷെ മാഷ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മാഷ് അത് വിട്ടു. വീണ്ടും വിശേഷങ്ങൾ ചോദിച്ചു. ആ വലിയ മനുഷ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷത്തോടെ സുദീപ് സ്റ്റുഡിയോയിലേക്ക് പോയി. ദേവരാജ മാസ്റ്റർ പരിചയപ്പെട്ട കഥ പരിചിതരോടൊക്കെ സുദീപ് പറഞ്ഞു. ഗെറ്റ് ഔട്ട് അടിച്ച കാര്യം മാത്രം മുക്കി വെച്ചു, വെളി പറഞ്ഞില്ല. 1 വർഷം കഴിഞ്ഞാണ് മാഷിനെ കാണാൻ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗെറ്റ് ഔട്ട് അടിച്ച കാര്യം കാണുമ്പോൾ മാഷ് ഓർക്കുമോ എന്ന് സുദീപിനൊരു സന്ദേഹമുണ്ട്. നിരവധി പേരെ ഗെറ്റ് ഔട്ട് അടിച്ച മാഷ് എവിടെ ഓർക്കാൻ? ദിവസവും ഒരു 10 പേരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് വെച്ച് ഇങ്ങനെ ഈ പയ്യനെ ഞാൻ പണ്ട് ഗെറ്റ് ഔട്ട് അടിച്ചാണല്ലോ, എവിടെയോ ഇവനെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊന്നും മാഷ് ഓർക്കാൻ വഴിയില്ല. എന്ന് മാത്രമല്ല, മനസ്സിൽ പകവച്ച് നടക്കുന്ന ആളല്ലല്ലോ മാഷ്. അക്കാലത്ത് എൻ്റെ നാട്ടിലേക്ക് പോകുന്ന കരമനയിൽ ഇപ്പൊ നന്ദിലത്ത് G-Mart നടക്കുന്നതിൻ്റെ തൊട്ട് താഴെ അവിടെ നിന്ന് റോഡിൽ നിന്ന് കാണാം, ഒരു 2 നില കെട്ടിടത്തിന്റെ മേളിലത്തെ നിലയിലായിരുന്നു 18 വർഷത്തോളം മാഷ് ജീവിച്ചത്. സുദീപ് മാസ്റ്ററുടെ വീട്ടിലെത്തി. മാസ്റ്റർ കട്ടിലിരിക്കുകയാണ്. നിലത്ത് പായ വിരിച്ചിട്ടുണ്ട്. അതിലിരിക്കാൻ പറഞ്ഞു. ഇനി ഏത് കൊമ്പം വന്നാലും ശരി ഇരിക്കും എന്ന് പറയും. അവിടെ കസേരയൊന്നുമില്ല, പരമ്പ് വിരിച്ചിട്ടുണ്ട്, AICC സമ്മേളനം പോലെ. അതിലിരിക്കണം. സുദീപ് അതിലിരുന്നു. വയലാർ അവാർഡ് ദാന വേദിയിൽ പന്തളം ബാലനൊക്കെ ചലനം 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 മാനവജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം എന്നൊക്കെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ പാട്ടുകൾ കേട്ടിരുന്ന സുദീപ് വയലാറിന്റെ ഒട്ടനവധി പാട്ടുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അതാ ഇപ്പോൾ ഈ കഴിഞ്ഞ വയലാർ ദിനത്തിനും വയലാർ അവാർഡ് കൊടുക്കുന്ന വേദിയിൽ പന്തളം ബാലനുണ്ടായിരുന്നു പാടാൻ, കല്ലറ ഗോപൻ ഉണ്ടായിരുന്നു, സുദീപ് ഉണ്ടായിരുന്നു. മനോഹരമായ പാട്ടുകളാണ് അവരെല്ലാം പാടിയത്. വയലാർ അവാർഡ് നിശയിൽ പാടാൻ ഒരവസരം സുദീപ് മോഹിച്ചു നടന്ന ഒരു കാലമുണ്ട്. തൻ്റെ ആഗ്രഹം വയലാർ ശരചന്ദ്രവർമ്മയോട് സുദീപ് പറഞ്ഞു. അപ്പോ കലവൂർ ബാലമാഷ് എന്ന് പറഞ്ഞൊരു നാടകരംഗത്ത് വലിയ തിരക്കുള്ള ഒരു സംഗീത സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ആദ്യമായല്ല, 2ാമത് തിരക്കഥ എഴുതിയ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന് പറഞ്ഞ സീരിയലിലെ ടൈറ്റിൽ സോങ് ചെയ്തത് കലവൂർ ബാലമാഷായിരുന്നു. അപ്പോൾ കലവൂർ ബാലമാഷ് സംഗീതം നൽകി, വയലാർ ശരചന്ദ്രവർമ്മ എഴുതി. നമ്മുടെ രാജം പി ദേവിൻ്റെ നാടക ട്രൂപ്പായ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സിൻ്റെ നാടകങ്ങൾക്ക് വേണ്ടി നിരവധി പാട്ടുകൾ സുദീപ് പാടിയിട്ടുണ്ട്. ആ പരിചയം വെച്ചുകൊണ്ട് വയലാർ ശരചന്ദ്രവർമ്മയെ വിളിച്ചിട്ട് സുദീപ് കാര്യം പറഞ്ഞു. എനിക്ക് വയലാർ അവാർഡ് ദാന ചടങ്ങിൽ ഒരു 2 പാട്ട് പാടാനുള്ള ഒരു അവസരം വാങ്ങി തരുമെന്ന് ചോദിച്ചു. അപ്പം ശരചന്ദ്രവർമ്മ പറഞ്ഞു, വയലാർ അവാർഡ് ദാന ചടങ്ങിലെ A to Z കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് വയലാർ ട്രസ്റ്റിന്റെ ചെയർമാനായ ത്രിവിക്രമനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകൻ സതീഷാണ് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ ചെന്നപ്പോൾ ത്രിവിക്രമൻ സാറിന്റെ അനന്തരവൻ സതീഷാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അദ്ദേഹത്തെ വിളിക്ക് എന്ന് ശരത്ത് പറഞ്ഞു. പിറ്റേന്ന് സുദീപ് ത്രിവിക്രമനെ വിളിച്ചു. ദേവരാജൻ മാസ്റ്ററാണ് പാട്ടുകളും പാട്ടുകാരെയും നിശ്ചയിക്കുന്നത്, അദ്ദേഹത്തെ ബന്ധപ്പെടൂ എന്നാണ് ത്രിവിക്രമൻ പറഞ്ഞത്. ത്രിവിക്രമൻ എന്നല്ല, വയലാർ ട്രസ്റ്റ് ഉണ്ടാക്കിയ അച്യുതമേനോൻ പറഞ്ഞാലും ദേവരാജൻ മാഷ് കേൾക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദേവരാജൻ മാഷിനെ ബന്ധപ്പെടൂ എന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന ചിന്തയോടെ സുദീപ് ആ ആഗ്രഹമേ ഉപേക്ഷിച്ചു. ആ നടക്കാത്ത സ്വപ്നമാണ് R ഗോപാലകൃഷ്ണൻ വഴി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നിലത്ത് വിരിച്ച പായയിൽ സുദീപ് ഇതൊക്കെ ചിന്തിച്ചിരുന്നു. 21ാം നൂറ്റാണ്ടിലേക്ക് എന്ന സംഗീത പരിപാടി മാഷിന്റെ വലിയൊരു ആശയമായിരുന്നിരിക്കാം. പുതിയ ഗായകരെ കണ്ടെത്തി കൊണ്ടുവരണം, ഒപ്പം നന്ദിയേട് കാണിച്ച ആസ്ഥാന ഗായകനെ വാഴിച്ചത് മതി എന്നൊക്കെ ചിലപ്പോൾ മാഷ് ചിന്തിച്ചിരിക്കാം. ഭാര്യയടക്കം മദ്രാസിൽ താമസിക്കുമ്പോൾ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമോ തൻ്റെ ദൃഢനിശ്ചയമോ നടപ്പാക്കാൻ 18 വർഷക്കാലം തലസ്ഥാനത്ത് വാടക വീട്ടിൽ ഒരു യോഗ്യ പോലെ ജീവിച്ച മനുഷ്യനാണ് ദേവരാജൻ മാഷ്. ഇവിടെ അദ്ദേഹം നീറവങ്കരയിൽ താമസിച്ച വാടക വീട്ടിലെ മറ്റൊരു അനുഭവം പറയാം. മുനിവര്യന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്ന മനുഷ്യനായിരുന്നു ദേവരാജൻ മാഷ്. രാവിലെ ഉപ്പ് ചേർക്കാത്ത
കുറച്ച് ഉപ്പുമാവ്, അല്ല എങ്കിൽ ഒരു അര ഇഡ്ഡലി അല്ലെങ്കിൽ അര ദോശ. ഇതാണ് മാഷ് രാവിലെ കഴിക്കുന്ന പ്രാതൽ. ഉച്ചയ്ക്ക് ഒരു പിടി ചോറ്. അത് മുമ്പൊക്കെ മാഷ് ചെറിയ മീനുകൾ കഴിക്കുമായിരുന്നു. പിന്നെ അത് നിർത്തി മുഴുവൻ സസ്യാഹാരിയായി മാറി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പച്ചക്കറി കറികൾ വെച്ചാൽ അതും ഇത്ര ചോറുമായിട്ട് ഉച്ചയ്ക്ക് കഴിക്കും. രാത്രി കഞ്ഞിയാണ് മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം കഴിക്കുന്നത്. അതിനെന്തെങ്കിലും ചെറിയ കറികളോ വല്ല അച്ചാറോ പയറ് തോരനോ അങ്ങനെ എന്തെങ്കിലും മതി. അല്ലാതെ വലിച്ചു വാരി കഴിക്കുന്ന ഒരു പ്രകൃതവും മാഷിനില്ല. നീറവങ്കരയിൽ മാഷ് വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ തങ്കം എന്നൊരു ചേച്ചിയായിരുന്നു മാഷിന് സഹായിയായി ഉണ്ടായിരുന്നത്. അതിനടുത്തുള്ള നീറവങ്കര തന്നെ ഉള്ള ഒരു തങ്കച്ചേച്ചിയായിരുന്നു. രാവിലെ 6:30-7 മണിയാകുമ്പോൾ തങ്കച്ചേച്ചി വരും. വന്നുടൻ തന്നെ ആദ്യം വീട് അടിച്ചു വാരും. മാഷിൻ്റെ ഷർട്ടും മുണ്ടും തോർത്തും അലക്കി ഉണക്കിയെടുക്കണം. ഈ നമ്മുടെ ഉജാല എന്ന് പറഞ്ഞ സാധനമൊക്കെ വരുന്നതിന് മുമ്പാണല്ലോ. അപ്പം നീലം മുക്കിയിട്ടാണ് ഷർട്ടൊക്കെ മുക്കാണല്ലോ. അപ്പം മാഷിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുണ്ടിലും ഷർട്ടിലും തോളിലിടുന്ന തോർത്തിലും നീലം മുക്കി എന്ന് അറിയണം, കാണുന്നവർ അറിയണം. അത്രയും ഡാർക്കായിട്ട് നീലം മുക്കണം. അങ്ങനെ മുക്കി ഉണക്കിയെടുത്ത് മടക്കി വെക്കണം. അത് കഴിഞ്ഞാൽ ആഹാരം വെക്കണം. വൈകുന്നേരം രാത്രിക്കുള്ള കഞ്ഞി ഉണ്ടാക്കി വച്ചു കഴിഞ്ഞാൽ തങ്കച്ചേച്ചിക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ തങ്കച്ചേച്ചി വീട്ടിലേക്ക് പോകും. അവസാനം തങ്കച്ചേച്ചി ദേവരാജ മാഷിനെ നന്നായി വേദനിപ്പിച്ചിട്ടാണ് പോയത്. ചേച്ചിക്ക് തൊണ്ടയിലോ മറ്റോ ഒരു മുഴ വന്നു. പരിശോധിച്ച ശേഷം പത്തോളജിക്കാർ മുഴയിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്തു. പരിശോധനയ്ക്കായി ലാബിലേക്ക് വിട്ടു. ബയോപ്സി ചെയ്യണം. റിസൾട്ട് വരുന്ന ദിവസം രാവിലെ മാഷിന് പ്രഭാത ഭക്ഷണം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ആശുപത്രിയിൽ പോകാൻ മാഷിനോട് ഒരു 100 രൂപ ചോദിച്ചു. വണ്ടിക്കൂലിക്ക് മാഷെ ഒരു 100 രൂപ തരുമോ എന്ന് ചോദിച്ചു. മാഷ് 200 രൂപ കൊടുത്തു. ആ കാശും വാങ്ങി തങ്കം ചേച്ചി മെഡിക്കൽ കോളേജിൽ പോയി. റിസൾട്ട് വന്നു. ക്യാൻസറിൻ്റെ ആരംഭം സ്ഥിരീകരിച്ചു. റിസൾട്ട് അറിഞ്ഞ് ആ പാവം നേരെ സ്വന്തം വീട്ടിലേക്ക് വന്നു. ക്യാൻസറിൻ്റെ ആരംഭം ട്രീറ്റ് ചെയ്ത് മാറ്റാം, പക്ഷേ വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ചേച്ചിയായിരിക്കും. ചേച്ചിക്കത് അറിയില്ല. ഞാനൊരു ക്യാൻസർ രോഗിയായി എന്ന് ഡോക്ടർമാർ പറഞ്ഞത് കേട്ടുകൊണ്ട് വീട്ടിൽ വന്നിട്ട് മുറി കയറി ആത്മഹത്യ ചെയ്തു. ശരിക്കും മാഷിനെ നോവിച്ച സംഭവമായിപ്പോയി അത്. എൻ്റെ നിന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് രാവിലെ പോയ തങ്കം ഉച്ചയ്ക്ക് തൂങ്ങി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ മാഷ് തകർന്നു പോയി. മാഷിൻ്റെ സന്തത സഹചാരിയായിരുന്നു മധുസൂദനൻ നായർ എന്ന് പറഞ്ഞ കൊല്ലംകാരൻ. എൻ്റെ അടുത്ത സുഹൃത്താണ്. എപ്പോഴും കണ്ണിറുക്കിച്ചിരിക്കുന്ന വളരെ ശുദ്ധനായ നല്ല സംഗീതബോധമുള്ള നല്ല ഹ്യൂമർ സെൻസുള്ള മധു. ഒരു സീരിയലിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യാനായിട്ട് മാഷിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് മദ്രാസിന് പോയി. മാഷിൻ്റെ അനുവാദത്തോടെയാണ് പോയത്. അപ്പോൾ എന്താ പറയുക, സുദീപിനെ പോലെ തന്നെ മാഷിനെ കണക്ട് ചെയ്ത് കൊടുത്തത് ഗോപാലകൃഷ്ണനാണല്ലോ. അപ്പോൾ സുദീപിനെ കണക്ട് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ മിമിക്രിക്കാരനും ഗായകനും നടനും സഹസംവിധായകനും കുറേ ടെലിഫിലിമുകളുടെയും സീരിയലിൻ്റെയൊക്കെ സംവിധായകനും ഒക്കെയായ സാബു സർഗത്തെ മാഷിനൊപ്പം കുറച്ചുനാൾ സന്തത സഹചാരിയാക്കി. സാബു മാഷിനോടൊപ്പം ഉള്ള കാലത്താണ് തങ്കച്ചേച്ചിയുടെ ആത്മഹത്യ. എന്നോടൊരു സാബുവാണ് ആ കഥ പറഞ്ഞത്. മാഷിനെ പറ്റി സാബുവിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. എൻ്റെ ഒരുപാട് കഥകൾ പറഞ്ഞു. ഞാനത് പിന്നൊരിക്കൽ വിശദമായി അത് പറയുന്നുണ്ട്. ഒരു നാള് സാബുവിനും കൂട്ടി മാഷ് കൊല്ലത്ത് പരവൂരിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് പരവൂരാണല്ലോ, കൊല്ലം പരവൂരാണല്ലോ, അങ്ങോട്ട് നടത്തിയ ഒരു യാത്രയുടെ കഥ സാബു എന്നോട് പറഞ്ഞു. മകൻ്റെ ഭാര്യയുടെ അമ്മുമ്മ സുഖമില്ലാതെ കിടക്കുന്നത് അറിഞ്ഞു മാഷ്. അവരെ ഒന്ന് കാണാനായിട്ടാണ് മാഷ് പോകുന്നത്. അതാണ് സന്ദർഭം. നീറവങ്കരയിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറി തമ്പാനൂരിലേക്ക്, അവിടുന്ന് ട്രെയിനിൽ പരവൂരിലേക്ക് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലയാളത്തിലെ എണ്ണം പറയാവുന്ന 1ാം നിരക്കാരനായ സംഗീത സംവിധായകൻ. അദ്ദേഹം യാത്ര ചെയ്യാൻ ആട്ടോ എന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല. അല്പമെങ്കിലും ഈഗോ ഉള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ കെ ജയകുമാർ IAS വിളിച്ചിട്ട്, ജയാ എനിക്കൊരു കാറ് വേണമല്ലോ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനെന്ന് പറഞ്ഞാൽ ജയകുമാർ സാർ കാറും കൊണ്ടുവരും. അല്ല ഇനിയിപ്പോൾ അത് വേണ്ട, തിരുവനന്തപുരത്ത് വേറെ ആരുണ്ട് എന്നാണ് ബിച്ചു തിരുമല വിളിക്കുന്നു വെച്ചു. ബിച്ചു എനിക്ക് തമ്പാനൂർ വരെ പോകാനൊരു കാറ് വേണമല്ലോ, കാറ് കൊണ്ടുവരും.
ഇപ്പൊ സഖാവ് എം എ ബേബിയെ വിളിച്ചിട്ട്, ബേബിയായിട്ട് നല്ല ബന്ധമായിരുന്നു. സഖാവ് എം എ ബേബിയെ വിളിച്ചിട്ട്, "എടാ ബേബി, എനിക്കൊരു കാറ് വേണമല്ലോ, ഒന്ന് തമ്പാൻ്റെ പോകാന്ന് പറഞ്ഞാൽ 10 കാറ് എം എ ബേബി അയക്കും. പക്ഷെ മാഷിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. മാഷ് ട്രെയിനിൽ പോവാൻ ആട്ടോ പിടിച്ച് തമ്പാനൂരേക്ക് പോയി. കൂടെ സാബും കൂടിയുണ്ട്. അവിടുന്ന് സെക്കൻഡ് ക്ലാസ് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വലിയ മനുഷ്യനെ അതൊക്കെ ചെയ്യാൻ കഴിയും. അവിടുന്ന് രണ്ടുപേരും കൂടി പരവൂരിലേക്ക് പോയി. യാത്രയിലുടനീളം സാബുവിന്റെ ഇടം കൈയിൽ വലം കൈയുണ്ട് അമർത്തി പിടിക്കുക. അതൊരു ബലത്തിന് വേണ്ടിയാണ്. മാഷ് വലം കൈയുണ്ട് സാബുവിന്റെ ഇടത്തെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കും, ഒരു ബലത്തിന് വേണ്ടി. നേരത്തെ പറഞ്ഞ നീലമുക്കിയ ഷർട്ടും മുണ്ടും ഒക്കെ, അയൺ ചെയ്ത മുണ്ടും ഒക്കെ ഉടുത്ത്, ഷർട്ടൊക്കെ ഇട്ട് തോളിൽ മടക്കിയ ഒരു തോർത്തുവിട്, ഇതാണ് മാഷിന്റെ വാട്ടർ മാർക്ക്. അങ്ങനെ രണ്ടുപേരും കൂടി യാത്രയായി. മലയാളത്തിലെ മഹാനായ സംഗീത സംവിധായകൻ അല്ലെങ്കിൽ സംഗീതകാരൻ ആ ഭാരമൊന്നുമില്ലാതെ ആട്ടോയിൽ യാത്ര ചെയ്യാനൊന്നും ഒരു മടിയുമില്ലാതെ ട്രെയിനിൽ കയറിപ്പോയി. നേരെ മറിച്ച് ദേവരാജൻ മാഷ് കേരളത്തിലല്ല ജനിച്ചതെന്ന് വെച്ചോളൂ. ഇപ്പൊ തമിഴകത്തായാൽ പോലും ദേവരാജൻ മാഷ് തമിഴിലാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ജനിച്ചതെങ്കിൽ നൗഷാദിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മേളിപ്പോയാൽ. വിദേശത്താണ് ദേവരാജൻ മാഷ് ജന്മം കൊണ്ടതെങ്കിൽ ലോകമറിയുന്ന സംഗീത സംവിധായകനായി മാറിയനെ. പക്ഷെ അദ്ദേഹത്തിന് ആ വ്യക്തിത്വം, സ്വന്തം കഴിവിൽ അപാരമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സിമ്പിളായിട്ട് ജീവിക്കണം എന്ന് വാശി പിടിച്ച മനുഷ്യനായിരുന്നു മാഷ്. പഴയ കാലത്തെ ഫ്രണ്ട് എഞ്ചിൻ ആട്ടോയല്ലേ ആ കാലത്തുള്ളൂ. അപ്പൊ ആട്ടോ ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. പെട്ടെന്നൊരു കട്ടറിൽ വീഴുകയോ പെട്ടെന്നൊരു ബ്രേക്ക് വീഴുകയോ ചെയ്താൽ പോയി ഡ്രൈവറെ പുറകിൽ പോയി നമ്മൾ ഇടിക്കും. അതിലാണ് നിറമകരയിൽ നിന്ന് തമ്പാനൂർ പോയതും പരവൂർ ഇറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് പോയത്. അപ്പോൾ രണ്ടുപേർക്കേ അതിൽ പഴയ ഈ ഫ്രണ്ട് എഞ്ചിൻ ആട്ടോയിൽ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഒരു വലിയ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് മറുവശത്ത് ചെന്ന് അവിടുന്ന് ഒരു റോഡ് ഓടിച്ചു പോകണം. അങ്ങനെ മാഷിനെയും സാബുവിനെയും കയറ്റി ആട്ടോ കട 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 എന്ന് പറഞ്ഞ് പോവാണ്. കാണുന്ന കട്ടറിലെല്ലാം ഒരു വാശിയുള്ളതുപോലെ ആട്ടോ വീണ് വീണ് പോകണം. അപ്പോൾ എല്ലാം മാഷിരുന്ന് ഇങ്ങനെ ഒലയുകയാണ്. ഈ പുറകെ ഇരിക്കുന്നത് മലയാള സിനിമയുടെ വരദാനമായ അഭിമാനമായ ദേവരാജ മാഷെന്നൊന്നും ആട്ടോ ഓടിക്കുന്ന ആളിനറിയില്ല. മാഷ് ഒന്നും വേണ്ടിയില്ല. ഇതിങ്ങനെ ഇങ്ങനെ 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 ഗ്രൗണ്ട് വഴി പോയിട്ട് ചാടി 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 ദേഹം മാസകലം കുലുക്കി 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 അത് റോഡിലെത്തി. റോഡിൽ കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ വലതുവശത്തൊരു ബേക്കറി ഉണ്ട്. അപ്പം അവിടെ നിർത്തി. അപ്പം മാഷ് വരുന്നു എന്ന് ഈ ബേക്കറിക്കാരന് അറിയാം, വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആട്ടോ അവിടെ നിർത്താൻ പറഞ്ഞു. ആട്ടോ നിന്നു. മാഷ് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന പോലെ കുറെ അരിയുണ്ട ഒരു പാക്ക് ചെയ്ത് മാഷിന് ഈ ബേക്കറിക്കാരൻ കൊണ്ട് കൊടുത്തു. മധുരം അധികം ഉപയോഗിക്കാതെ മാഷിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ അരിയുണ്ടയാണ്. അതും വാങ്ങിയിട്ടായിരുന്നു തിരിച്ചുള്ള മടക്കം. മറ്റൊരു രസകരമായ അനുഭവം കൂടി മാഷിൻ്റെതായി സാബു സർഗ എന്നോട് പറഞ്ഞു. ഈ പ്ലാസ്റ്റിക് വാഴയിൽ ഇറങ്ങിയ കാലം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, സർവ്വസാധാരണമാണ്. അപ്പൊ പ്ലാസ്റ്റിക് വാഴയിൽ ഇറങ്ങിയ കാലത്ത് സാബുവിനോട് ഒരു ദിവസം മാഷ് പറഞ്ഞു, എടാ നീ അന്ന് ചാലയിൽ പോയി എനിക്കൊരു 5 പ്ലാസ്റ്റിക് വാഴയില വാങ്ങിച്ചോണ്ട് വരുമോ എന്നിട്ട്. സാബു കിടുങ്ങി. എന്തിനാ ഈ 5 വാഴയില മാഷിന്? ചിലപ്പോ ഈ പ്ലാസ്റ്റിക് വാഴയില ഇട്ട് ഉണ്ണാനുള്ള കൊതി ഉണ്ടായിരിക്കുമെന്ന് സാബു കരുതി. സാബു മാർച്ച് മാസമാണ്, നല്ല ചൂട്. നട്ടുച്ചയ്ക്ക് ചാലയിലേക്ക് ബസ് കയറി കിള്ളിപ്പാലത്ത് ഇറങ്ങി ചാലയിലോട്ട് നടന്നു. ഇല കിട്ടുമെന്ന്, പ്ലാസ്റ്റിക് ഇല കിട്ടുമെന്ന് വിശ്വാസമുള്ള കടകളിലൊക്കെ കയറി ചോദിച്ചു. 5 ഇല ചോദിച്ചപ്പോൾ ഒരു കടയിൽ നിന്നും 5 ഇല തരാൻ ആരും തയ്യാറല്ല. കാരണം 50 എണ്ണമുള്ള പാക്കറ്റാണ്. ആ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് 5 എണ്ണം കൊടുക്കില്ല. അങ്ങനെ ഓരോ കടകളിലും ചോദിച്ചു. 5 എണ്ണം മതി, അതുകൊണ്ടാണ്. ഇല്ല ഇല്ല, 25 എണ്ണമെങ്കിലും എടുക്കുമെങ്കിൽ തരാം എന്നായി അവര്. 5 എണ്ണം വാങ്ങാനുള്ള കാശേ സാബുവിന് മാഷ് കൊടുത്തയച്ചിട്ടുള്ളൂ. ഒടുവില് സാബു ഒരു ബുദ്ധി കണ്ടെത്തി. ഒരു കള്ളം പറയാം, നിർദോഷമായ ഒരു കള്ളം പറയാമെന്ന് സാബു തീരുമാനിച്ചു. അതായത്, എനിക്കൊരു 10,000 ഇലയുടെ പ്ലാസ്റ്റിക് ഇലയുടെ ഒരു ഓർഡർ ഉണ്ട്. പക്ഷെ ആ ഓർഡർ കിട്ടണമെങ്കിൽ ഞാൻ അവരെ സാമ്പിൾ കാണിക്കണം. നിങ്ങൾ 5 ഇല എനിക്ക് തന്നാൽ ഞാൻ ഈ സാമ്പിൾ കാണിച്ചു ഓക്കെ ആയാൽ 10,000 ഇലയും നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങാം. അത് ഒരു കടക്കാരൻ വീണു അതിൽ. അയാള് 5 ഇല സാബുവിന് കൊടുത്തു. അത് ആ 5 ഇലയും കൊണ്ട് സാബു കയറി ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞയച്ച സാധനം ഒപ്പിച്ചുകൊണ്ട് വന്നല്ലോ എന്നുള്ള സന്തോഷം ദേവരാജൻ മാഷിന്റെ കണ്ണിൽ അതിശയപൂർവ്വം കാണാം.
ആ മുഖത്തെ സന്തോഷം. അപ്പോൾ അഞ്ചലയും മാഷിനെ ഏൽപ്പിച്ചു. അപ്പോൾ സാബുവിൻ്റെ ഒരു സന്ദേഹം ചോദിക്കണമല്ലോ, എന്തിനാണ് ഈ അഞ്ചലയെന്ന് അറിയണ്ടേ? എന്തിനാ മാഷേ ഈ അഞ്ചില എന്ന് സാബു അറച്ചറച്ച് ചോദിച്ചു. നേരെ സ്ട്രൈറ്റ് ചോദിക്കാൻ ഒക്കില്ല, നീ എന്തിനാ അറിയണേ എന്ന് ചോദിച്ചോളാം, ചോദിക്കും മാഷ്. അതുകൊണ്ട് അറച്ചറച്ച് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെയൊക്കെ ചോദിച്ചു. അപ്പം മാഷ് പറഞ്ഞ മറുപടിയാണ് രസം. നാളെ മദുരാശിയിൽ നിന്ന് ഭാര്യയും മോൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം വരുന്നുണ്ട്. അതിലൊരു കുഞ്ഞിൻ്റെ ഹോബി, അവൻ എന്ത് പ്ലാസ്റ്റിക് കിട്ടിയാലും, വീട്ടിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതിൻ്റെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ കൂടോ എന്തെങ്കിലും കിട്ടിയാൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പ്ലാസ്റ്റിക്കിലിട്ട് ഇങ്ങനെ ചുരുട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കും. അപ്പോൾ അവന് ആ പ്ലാസ്റ്റിക്കിലിട്ട്, അവന് ആനയും കാറും കുതിരയും ഒന്നും വേണ്ട, അവൻ ഈ പ്ലാസ്റ്റിക്കിലിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതാണ് അവന് ഇഷ്ടം. അതിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പ്ലാസ്റ്റിക് ഇലയാവുമ്പോഴേ കുറേ സമയം ചുരുട്ടി കളിക്കാമല്ലോ, ഇത്ര നീളമില്ലേ, അതിലിട്ട് ഓരോ വശത്തു നിന്ന് ആ കുട്ടിക്ക് ശബ്ദം ഉണ്ടാക്കി കളിക്കാമല്ലോ എന്നാണ് മാഷ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാബു ഞെട്ടിക്കാണും. കാരണം ഈ മുട്ട വെയിലത്ത് പോയി 5 ഇല വാങ്ങിച്ചോണ്ട് വന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ മാഷ് പറയാ, നാളെ വരണ കുഞ്ഞിന് ഈ പ്ലാസ്റ്റിക്. ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഇത് കേട്ടിട സാബു പറഞ്ഞിട്ട് തന്നെ വീട്ടിൽ പോയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് ചുമ്മാ ഇങ്ങനെ ചുരുട്ടി നോക്കി. നല്ല ശബ്ദം ഉണ്ട് അതിന്, ഒരു പ്രത്യേക രസമാണ്. സാബു പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവും. അങ്ങനെ മാഷു പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അവന് രസിക്കാൻ വേണ്ടി 5 ഇല വാങ്ങിച്ചതാണെന്നാണ് മാഷ് പറയുന്നത്. മാഷിൻ്റെ ഏറ്റവും വലിയ വിനോദം എന്താണ് എന്ന് സാബു പറയുന്നത്, അമിതാഭ് ബച്ചൻ്റെ കോർ ബനേഗ കരോർപതി കാണുക എന്നുള്ളതാണ്. അതിനാണ് ആകപ്പാടെ മാഷ് TV ഓൺ ചെയ്യുന്നത്. പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പം തന്നെ മാഷ് ഓഫ് ചെയ്യുകയും ചെയ്യും. അമിതാഭ് ബച്ചൻ നമ്മുടെ ബിഗ് ബി ഗൗരവത്തിൽ ഒരു ചോദ്യം, ഓരോ ചോദ്യങ്ങളും മത്സരാർത്ഥികളോട് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ മാഷ് ഇങ്ങനെ സാവൂതം അത് തന്നെ കണ്ടോണ്ടിരിക്കും. അപ്പോൾ അമിതാഭ് ബച്ചൻ ഒരു ചോദ്യം ചോദിച്ചു, നല്ല രസമല്ലേ അമിതാഭ് ബച്ചൻ സംസാരിക്കുന്ന, പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണല്ലോ. ചോദിച്ചിട്ട് 4 ഓപ്ഷൻ പറയുമ്പോൾ മാഷ് സാബുവിനോട് ചോദിക്കും, എടാ ഏതാടാ ഇതിലെ ശരി ഉത്തരം? അപ്പൊ സാബു കറക്കി കുത്തും പോലെ സാബു പറയും സി എന്ന് പറയുന്നു വെച്ചു. അപ്പോൾ സി മാഷ് വിശ്വസിച്ചു. അമിതാഭ് ബച്ചൻ ഉത്തരം പറയുന്നവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഉത്തരം എ ആണ് ശരി. സാബു പറഞ്ഞത് സി അല്ലേ? അപ്പോ മാഷ് നോക്കുന്ന ഒരു നോട്ടമുണ്ടെന്നാണ് പറഞ്ഞിങ്ങനെ സാബുവിനെ നോക്കിയിട്ട് ഒരു പ്രത്യേക ചിരി ചിരിക്കും എന്നാണ് സാബു പറയുന്നത്. ആ ചിരി പരിഹാസമാണോ, പുച്ഛമാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, കുസൃതിയാണോ ഒന്നും മനസ്സിലാവില്ല എന്നാണ് സാബു പറയുന്നത്. ലോകത്ത് ഇത്രയും പരമപുച്ഛത്തോടെയുള്ള ചിരി വേറെ ഇല്ല എന്നാണ് സാബു പറയുന്നത്. അതുപോലെ തന്നെ ആ ചിരി വിലയിരുത്താൻ പറ്റില്ല എന്നാണ് സാബു പറയുന്നത്. എൻ്റെ മുന്നിലിരുന്ന് കോർബനേഗ കരോർപതി കാണുന്നത് സംഗീത ചക്രവർത്തി പറവൂർ ദേവരാജൻ മാഷാണ് എന്ന് വിശ്വസിക്കാൻ പോലും പലപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു എന്നാണ് സാബു പറയുന്നത്. നേരി കണ്ടിട്ടില്ല എന്നാലും വലിയ ആരാധനയുള്ള വയലാറിൻ്റെ മനോഹരമായ വരികൾ, അദ്ദേഹത്തിൻ്റെ ആ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ 100 ഇരട്ടി ചാരുതയോടെ നൽകിയ മഹാനായ സംഗീത ചക്രവർത്തിയുടെ മുന്നിലിരുന്നാണ് ഞാൻ കോർപതി കാണുന്നത് എന്നുള്ള ഭാഗ്യം, അല്ലെങ്കിൽ അവിശ്വസനീയമായ ആ മുഹൂർത്തത്തിലാണ് താൻ ഇരിക്കുന്നത് എന്ന് സാബു ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു എന്നാണ് സാബു പറയുന്നത്. പരവൂരിൽ നിന്നും മാഷും സാബുവും ട്രെയിനിൽ ഇങ്ങോട്ട് മടങ്ങുകയാണ്. മറ്റേ ആ മകൻ്റെ ഭാര്യയുടെ അമ്മുമ്മയെ കാണാൻ പോയിട്ട് ഒരാൾ ഓടിക്കതച്ച് വന്ന്, ട്രെയിൻ വിട്ടതും ഓടിക്കതച്ച് വന്ന് മാഷിരുന്ന കോച്ചിലേക്ക് കയറി. എന്നിട്ട് മാഷ് ഇരുന്നതിൻ്റെ നേരെ എതിർവശത്ത് വന്ന് അയാൾ കിതപ്പോടെ ഇരുന്നു. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, തിരുവനന്തപുരത്തുകാരനാണ്. കുറച്ചു നേരം മാഷ് അവനെ ശ്രദ്ധിക്കുന്നില്ല, പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. കുറച്ചു നേരം അയാൾ മാഷിനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കാരണം കാണാൻ കൊതിച്ച മലയാളത്തിൻ്റെ മഹാനായ സംഗീത സംവിധായകനല്ലേ മുന്നിലിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം നോക്കി ഇരുന്നിട്ട് ചോദിച്ചു, മാഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ? മാഷൊന്ന് നോക്കിയിട്ട് വയലാറേ സിഗരറ്റ് കൂടിൽ പാട്ട് എഴുതി തന്നിട്ടുണ്ടോ? നല്ല ചോദിക്കണം, ആലോചിക്കേ. അപ്പൊ ഈ സിഗരറ്റ് കൂടിൽ ജോലിക്ക് അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സഖാവ് ഇമ്പിച്ചി ബാവ എന്ന് പറയാറുണ്ട്. എൻ്റെ സുഹൃത്തായ മുഷ്താഖിന്റെ ബാപ്പയാണ്. പക്ഷെ ഞാൻ ഇതുവരെ മുഷ്താഖിനോട് ചോദിച്ചിട്ടില്ല, നിന്റെ അച്ഛൻ സിഗരറ്റ് കൂടിൽ അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അത്രയും സിമ്പിൾ ആയിരുന്നു ഇമ്പിച്ചി ബാവ എന്നാണ് പറയാറ്. അതുപോലെയാണ് ചോദിക്കുന്നത്. പക്ഷേ
ഈ വയലാറേ പാട്ട് സിഗരറ്റ് കൂടുതൽ എഴുതി തന്നിട്ടുണ്ടോ? അപ്പൊ തന്നെ ആലോചിച്ചൊന്നുമില്ല. അപ്പൊ തന്നെ മറുപടി വന്നു. നീ അയാളോട് പോയി ചോദിക്കും. ശരിക്കും ചോദ്യകർത്താവ് തകർന്ന് തരിപ്പണമായി എന്ന് ഞാൻ പറയണ്ടല്ലോ. ഒറ്റ സെക്കൻഡിൽ മറുപടി വന്നു. നീ അയാളോട് പോയി ചോദിക്കും. ട്രെയിൻ തമ്പാനിലെത്തി. മാഷ് ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി. ചമ്മി ആരാധകൻ മുന്നിൽ വന്ന് മാഷിന്റെ കാലിൽ തൊട്ട് തൊഴുതു. മാഷ് എന്നോട് ക്ഷമിക്കണം. ഇങ്ങനൊരു കാര്യം കേട്ടിരുന്നു ഞാൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. മാഷ് അതിന് മറുപടി ഒന്നും പറയാതെ സാബുവിന്റെ കൈയും പിടിച്ച് നടന്നു. ഒരു നാൾ മാഷ് സാബുവിനെ ഒരു പണി ഏൽപ്പിച്ചു. നിന്റെ കൈ അക്ഷരം എങ്ങനെയാ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല മാഷേ, എന്നാലൊരു കാര്യം ചെയ്യും. കുറെ കാസറ്റുകൾ എടുത്ത് മുമ്പിലേക്ക് വെച്ചു. അതിൽ എത്ര പാട്ടുകളുണ്ടോ അവയുടെ ആദ്യ വരികൾ നീ എഴുതണം. നന്നായി ഉരുട്ടി എഴുതണം. 12 പാട്ടുകൾ വീതം ഒരു കടലാസിൽ എഴുതണമെന്നാണ് മാഷ് പറയണേ. പേപ്പറും പേനയും കൊടുത്തു. പാട്ടുകൾ കേട്ട് ഓരോ വരികൾ വീതം സാബു എഴുതി തുടങ്ങി. മാഷിന്റെ പ്രീതി സമ്പാദിക്കാനായി സാബു സമയമെടുത്ത് ഉരുട്ടി. കാരണം വഴക്ക് പറയില്ലേ, അതുകൊണ്ട് കയ്യക്ഷരം കൊള്ളാത്ത സാബു നന്നായിട്ടിട്ട് ഇരുന്ന് ഉരുട്ടി പതുക്കെ 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 ഓരോ അക്ഷരാറ്റ് എഴുതി. അരമണിക്കൂറോളം അകത്ത മുറിയിൽ മാഷ് കാത്തിരുന്നിട്ടും സാബു ഉരുട്ടി തീർന്നില്ല. 12 പാട്ടുകളുടെ ആദ്യ വരി കുറിക്കാൻ 30 മിനിറ്റായിട്ടും സാബുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എടേയ് എഴുതിയോ എന്ന് ചോദിച്ചു. മാഷ് അകത്തിരുന്നോട് ചോദിച്ചു. എഴുതി മാഷേ, ഇഞ്ഞ് കൊണ്ടുപോവാ. സാബു കൊടുത്ത പേപ്പറിൽ തന്നെ മാഷ് നോക്കിയിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട്, ആ അരമണിക്കൂറായി. ഇങ്ങനെ ഉരുട്ടാനാണോ നീ അരമണിക്കൂർ എടുത്തത് എന്നാണ് മാഷിന്റെ മറുപടി. മാഷ് അഭിനന്ദിച്ച് തള്ളുമെന്നാണ് സാബു കരുതിയത്. സാബു ആധാരം എഴുത്തുകാരെ പോലെ വടിവത്ത കയ്യക്ഷരത്തിൽ ചരിച്ചൊക്കെ മനോഹരമായി എഴുതുമെന്ന് മാഷ് വെറുതെ ചിന്തിച്ചു. ദേവരാജൻ മാഷ് മരിച്ചു. തിരുവനന്തപുരത്തെ ബിജെടി ഹാളിൽ കൊണ്ടുവന്ന് അന്ത്യാഞ്ജലിക്ക് കിടത്തിയല്ലോ. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ നാടായ പരവൂരിലേക്ക് കൊണ്ടുപോയി ദഹിപ്പിച്ചത്. തലസ്ഥാനത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ദേവരാജ മാഷിനെ കിടത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും സാബു തലസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടും അവസാനമായി മാഷിനെ കാണാനായിട്ട് സാബു സ്വർഗം പോയില്ല. എനിക്കതിന് കഴിയില്ല ദിനേശേട്ട എന്നാണ് എന്നോട് സാബു പറഞ്ഞത്. ഒരു വാത്സല്യ നിധിയായ അച്ഛൻ മകന്റെ കയ്യിൽ പിടിക്കും പോലെ എന്നെ പിടിച്ചു നടന്ന മാഷിന്റെ ചലനമറ്റ മുഖം കാണാൻ എനിക്ക് കരുത്തില്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ കാണാൻ പോവാത്തത് എന്നാണ് മാഷിനെ അവസാനമായി കാണാൻ പോകാത്തതിനെ കുറിച്ച് സാബു പറഞ്ഞത്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് മാനവീയം വീഥി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു റോഡുണ്ടല്ലോ. ഇപ്പൊ മാനവീയം വീഥി MA ബേബിയാണ് കൊണ്ടുവന്നത്. അവിടെ നമുക്ക് ആരുടെയും പെർമിഷൻ വാങ്ങാതെ എന്ത് കലാപരിപാടികൾ, ഇപ്പോൾ ഒരാൾക്ക് പടം വരയ്ക്കണം, അവിടെ കൊണ്ടുവച്ച് സ്റ്റാൻഡൊക്കെ വെച്ച് വരയ്ക്കാം. ഒരാൾക്ക് പാടണം, ഒരാൾക്ക് കഥകളി നടത്തണം, ഒരാൾക്ക് നാടകം നടത്തണം, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പോഴാണെങ്കിൽ മനോഹരമാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ദൗർഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ ഒരു സങ്കേതമായി മാറുന്നു മാനവീയം വീഥി എന്ന് പറയുന്നു. ഈ അടുത്ത കാലത്ത് പോലീസുകാരനെ കുത്തുകയോ അടിക്കുകയോ എന്തോ ചെയ്തു ഒരു കൂട്ടര്. പിന്നെ ഒരു ആണിനെ പെണ്ണടിച്ചു, പെണ്ണിനെ ആണടിച്ചു. അങ്ങനെ ദിവസവും പത്രങ്ങളിൽ വാർത്ത വരികയാണ് മാനവീയം വീഥിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച്. ആ മാനവീയം വീഥിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവും ഒക്കെയായ വയലാർ രാമവർമ്മയുടെ പ്രതിമ. 2005 നവംബർ 24 തീയതിയാണ് വയലാറിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ സ്ഥാപിച്ചത്. അത് അനാവരണം ചെയ്തത് വയലാറിന്റെ ഗാനങ്ങൾക്ക് അമരത്വം നൽകിയ ജി ദേവരാജൻ മാഷായിരുന്നു. KS സിദ്ധൻ എന്ന് പറഞ്ഞ ശില്പിയാണ് വയലാറിന്റെ അർത്ഥകായ പ്രതിമ അവിടെ നിർമ്മിച്ചത്. കവിതകളും നാടകഗാനങ്ങളും എഴുതിയ ശേഷം സിനിമയിലേക്ക് വയലാർ വരുന്നത് 1956 19 വർഷം കൊണ്ട് 47 വയസ്സിനിടയിൽ വയലാർ മലയാളിക്കായി എഴുതിത്തന്ന പാട്ടുകൾ അദ്ദേഹം മരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞ ഒക്ടോബർ 27 49 വർഷമായി. ഇന്നും മലയാളിക്ക് വയലാറിന്റെ ഗാനങ്ങൾ പ്രിയപ്പെട്ടവയാണ്. വയലാർ മരിച്ചപ്പോൾ ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ പോലും വയലാറിന്റെ പാട്ടുകളുടെ ആരാധകരാണ്. വയലാർ ജി ദേവരാജൻ കോമ്പിനേഷൻ പോലെ ലക്ഷണമൊത്ത ഒരു ടീമാകാൻ ഇരുവർക്കും അവരെ കൂടെ സഹകരിച്ചവരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയാം. വയലാറിന്റെ മരണശേഷം ദേവരാജൻ മാഷിന്റെ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പുറത്തു വന്നു. എന്നാലും വയലാറുമായി ചേർന്ന് ദേവരാജൻ മാഷ് നൽകിയ ഗാനസമ്പത്ത് മാറി നിൽക്കുന്നത് തന്നെയാണ്. 2006 മാർച്ച് 15 ദേവരാജൻ മാഷ് 79ാമത്തെ വയസ്സിൽ ഈ ലോകം വിടുന്നത്. 2005 വയലാറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ മാഷ് മദ്രാസിൽ നിന്ന് ഭാര്യയോടൊപ്പമാണ് വന്നത്. അനാരോഗ്യം നന്നായി മാഷിനെ അലട്ടുന്ന കാലമായിരുന്നു. വയലാർ 1975 ഒക്ടോബർ 27 മരിക്കുന്നത്.
പിറ്റേ വർഷം വയലാർ രാമവർമ്മ ട്രസ്റ്റ് നിലവിൽ വന്നു. വയലാറിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയ മലയാള നാടിന്റെ എഡിറ്റർ എസ് കെ നായർ വയലാറിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണമെന്ന് പ്രശസ്തരായ പലരോടും സംസാരിച്ചു. 1976 ഒക്ടോബർ 27 അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ മുഖ്യ രക്ഷാധികാരിയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പ്രസിഡന്റായും വയലാർ രാമവർമ്മ ഫണ്ട് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. അന്തരിച്ച കവിയുടെ സ്മരണ നിലനിർത്താനും കുടുംബത്തിന്റെ സംരക്ഷണയ്ക്കായും വയലാർ രാമവർമ്മ ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ ട്രസ്റ്റ് കവിയുടെ പേരിൽ സാഹിത്യ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. 25,000 രൂപയും കാനായി കുഞ്ഞിരാമന്റെ ശില്പവും പ്രശസ്തി പത്രവുമാണ് വയലാർ രാമവർമ്മ അവാർഡ്. അന്ന് വയലാർ രാമവർമ്മ അവാർഡ് തുടങ്ങിയ 1976 മുതൽ ദേവരാജ മാഷിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 27 അവാർഡ് ദാനത്തിന് ശേഷം വയലാറിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേളയും ഉണ്ടാവും. ഈ കഴിഞ്ഞ 27 തീയതി ഉണ്ടായിരുന്നു. ആദ്യത്തെ വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ അവാർഡ്, വയലാർ അവാർഡ് വാങ്ങിയത് ലളിതാംബിക അന്തർജനമായിരുന്നു. എല്ലാം നിശ്ചയിച്ച പോലെ മാഷ് നിശ്ചയിച്ച് ഉറപ്പിക്കും. എല്ലാം ഈ പാട്ടിനാള്, ഈ പാട്ടിനാള്, ഇത്ര മണി, എല്ലാം കൃത്യമാണ്. സമയം പറഞ്ഞാൽ 1 മിനിറ്റ് പോലും താമസിക്കില്ല. ഇതെല്ലാം നിശ്ചയിച്ച ശേഷം സ്റ്റേജിൽ മാഷ് നിൽക്കുകയില്ല. മാഷ് മുൻനിരയിൽ വന്നിരിക്കും. മാഷിന്റെ വിട പറയലിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലത്തുകാരനായ മധുസൂദനൻ നായർ എന്നെ പോലുള്ള പരിചിതർ സ്നേഹപൂർവ്വം മധു എന്ന് വിളിക്കുന്ന ആളിനാണ് ഇതിന്റെ ചുമതലകൾ. മധു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം സിനിമ സംവിധാനമായി എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തു. മധു എന്നു മുതൽ ദേവരാജ മാഷിന്റെ ശിഷ്യനായി എന്ന് എനിക്കറിയില്ല. ഞാൻ മാഷിനെ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ മധു മാഷിന്റെ ഒപ്പമുണ്ട്. ദേവരാജ മാഷ് അവസാനമായി ജീവനോടെ തലസ്ഥാനത്ത് വന്നത് 2005 നവംബർ 24 വയലാറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ. മടങ്ങുമ്പോൾ ട്രെയിനിൽ വെച്ച് മധുവിനോട് മാഷൊരു കാര്യം പറഞ്ഞു. മധു, ഇനി എനിക്കൊരു യാത്ര തിരുവനന്തപുരത്തേക്ക് ഉണ്ടാകില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു മധു എന്ന് പറഞ്ഞു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിരിക്കാം, ഞാൻ ഇനി ജീവനോടെ ഒരു യാത്ര തിരുവനന്തപുരത്തേക്ക് ഉണ്ടാവില്ല മധു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മാഷിന്റെ ഒരു പ്രശ്നം, മുട്ടിന് പ്രശ്നമുണ്ട്. നടക്കുമ്പോൾ മടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. പടിക്കെട്ടുകളൊന്നും കയറാൻ പറ്റില്ല. അതുപോലെ AC അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പടിക്കെട്ട് കയറാനും മടിയുള്ളതുകൊണ്ടും AC ഉള്ളതുകൊണ്ടും വിമാനത്തിൽ യാത്ര ചെയ്യില്ല. തണുപ്പ് സഹിക്ക വയ്യാത്തതുകൊണ്ട് ഈ ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC ഇതിലൊന്നും അദ്ദേഹം യാത്ര ചെയ്യില്ല. ഫസ്റ്റ് ക്ലാസ്സിലേ യാത്ര ചെയ്യുള്ളൂ. പക്ഷേ ചെന്നൈയിലേക്ക് പോകുന്ന ഫസ്റ്റ് ക്ലാസ്സുള്ള AC ഇല്ലാത്ത ഫസ്റ്റ് ക്ലാസ്സുള്ള ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നില്ല. പക്ഷേ ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, AC ഇല്ലാത്ത ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അത് ചെന്നൈക്ക് പോകുന്ന ആലപ്പുഴയിൽ നിന്നേ ഉള്ളൂ. മാഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്നും കാറിൽ ആലപ്പുഴ പോകും. അവിടെ ഗസ്റ്റ് ഹൗസിൽ കയറി ആഹാരമൊക്കെ കഴിച്ചിട്ട് ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത് ആലപ്പുഴയിൽ. പക്ഷെ 2 വരണമെങ്കിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പടിക്കെട്ടുകൾ കയറി മേളിൽ പോയി പിന്നെ 2ാമത്തെ പടിക്കെട്ട് ഇറങ്ങണം. മാഷിനെ കൊണ്ട് അത് കഴിയില്ല. അക്കാലത്ത് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ മാഷിന് നല്ല ആത്മബന്ധമുള്ള ആളാണ് VM സുധീരൻ. ഈ വിവരം VM സുധീരൻ അറിഞ്ഞു. അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയെയോ റെയിൽവേയുടെ ഏതോ ഉന്നത ഉദ്യോഗസ്ഥനെയോ വിളിച്ചിട്ട് ദേവരായ മാഷിന്റെ ഈ അവസ്ഥ പറഞ്ഞു. അങ്ങനെ മാഷിന് പോകാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് ചെന്നൈക്ക് പോകുന്ന ആ ട്രെയിൻ ആ ദിവസം 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. മാഷിനത് വലിയ സന്തോഷം പകരുന്ന കാര്യമായി. ശരീരത്തിന്റെ സ്വാതന്ത്ര്യം എല്ലാം പോയി. ഇതാണ് മധുവിനോട് അദ്ദേഹം പറഞ്ഞ കാര്യം. മധു, ശരീരത്തിന്റെ സ്വാതന്ത്ര്യം എല്ലാം എൻ്റെ പോയി കേട്ടോ. ട്രെയിനിലെ ഇന്ത്യൻ ക്ലോസറ്റിലൊന്നും മാഷിന് ഇരിക്കാൻ പറ്റില്ല, മുട്ടുമടങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി ഉടൻ തന്നെ കോച്ചിൽ കയറി നോക്കിയപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റാണുള്ളത്. അതും മാഷിന് സന്തോഷം പകരുന്ന കാര്യമായിരുന്നു. വയലാർ പ്രതിമ ഉദ്ഘാടനം ചെയ്യാനായി മാഷ് വരുന്ന വഴിക്ക് പരവൂരിലിറങ്ങി 2 നാൾ അവിടെ തങ്ങി കാണേണ്ട ബന്ധുക്കളെ മുഴുവൻ കണ്ടു. എന്നിട്ട് മാഷും കൂടി നേതൃത്വം നൽകി KPSൽ നിന്ന് പിണങ്ങിയിട്ട് O മാധവനും വൈൻവിക്കുറുപ്പും ദേവരായ മാഷും കൂടി രൂപം നൽകിയ കാളിദാസ കലാകേന്ദ്രത്തിൽ കയറി, നമ്മുടെ മുകേഷിന്റെ അച്ഛന്റെ കാളിദാസ കലാകേന്ദ്രത്തിൽ. അവിടെയും കാണേണ്ട സഹപ്രവർത്തകരെയൊക്കെ കണ്ടു. കൊല്ലത്ത് ഏതെല്ലാം പഴയ പരിചയക്കാരുണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, അവരെയൊക്കെ വിളിച്ചു വരുത്തി
മാഷ് കണ്ടു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാഷിന്റെ മനസ്സിൽ തോന്നിയിരിക്കും. ഇതെന്റെ അവസാനത്തെ ജീവിതത്തിൽ ജീവനോടെ അവസാനത്തെ വരവാണെന്ന് തോന്നിക്കാണും. അങ്ങനെ കൊല്ലത്തുള്ള സുഹൃത്തുക്കളെയൊക്കെ കണ്ടു. അപ്പോ സഹപ്രവർത്തകയായ പെരുന്നാൾ ലീലാമണി അമ്മയെ അദ്ദേഹം വിവാഹം കഴിച്ചത് വർക്കല ശാരദാ മഠത്തിൽ വെച്ചാണ്. അവിടെയും ശാരദാ മഠത്തിലും പോയി. അപ്പൊ ശാരദാ മഠത്തിൽ പോകുമ്പോൾ നമ്മുടെ രവിമേനോൻ കൂടെയുണ്ട്, മധുവുണ്ട്. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ "മാഷെ ഒരു ഫോട്ടോ എടുക്കട്ടെ." അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ആളല്ല. എന്തുകൊണ്ടോ ചിരിച്ചുകൊണ്ട് നിന്ന് കൊടുത്തു. രവിമേനോൻ മധു അതിന്റെ കൂടെ നിൽക്കുന്ന കണ്ടില്ലേ. ഒരു പടം എടുക്കുമ്പോൾ മധു എന്തെന്ന് വെച്ചാൽ നിലത്തങ്ങിയിരുന്നു. മാഷിനെയും ഭാര്യയും മാത്രം എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ഫ്രെയിമിലേക്ക് രവിമേനോനും കൂടെ പതിഞ്ഞു. പിന്നെ എടുത്ത ഫോട്ടോയിൽ മധുവും രവിമേനോനും അപ്പുറവും ഇപ്പുറവും നിപ്പുണ്ട്. എന്തായാലും ആ യാത്രയെല്ലാം വളരെ സന്തോഷം പകരുന്നതായിരുന്നു. ഇടയ്ക്ക് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വി.എം. സുധീരന് മാഷിനോട് എന്തോ വലിയ സന്തോഷമുള്ള അല്ലെങ്കിൽ വലിയ ബഹുമാനമുള്ള ആളായിരുന്നു. ആലപ്പുഴയിൽ നിന്നും മധു കരുതിയത് ദേവരായ മാഷിനെയും ഭാര്യയും ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് കൊല്ലത്തേക്ക് മടങ്ങാം എന്നായിരുന്നു. പക്ഷേ മാഷ് അങ്ങനെയല്ല ചെയ്തത്. മാഷ് മധുവിനും കൂടെ ഉള്ള ടിക്കറ്റ് എടുത്തിരുന്നു എന്ന് മധു അറിഞ്ഞിരുന്നില്ല. അങ്ങനെ മധുവിനെയും കൊണ്ട് മാഷും ഭാര്യയും മൂവരുമായിട്ട് മദ്രാസിലേക്ക് പോയി. 3-4 ദിവസം അവിടെ നിന്നിട്ട് മധു മടങ്ങി. ഇടയ്ക്കിടയ്ക്ക് മധുവിനെ കാണണമെന്നുള്ളത് മാഷിന് നിർബന്ധമാണ്. മാഷിന് വർക്കില്ലാതായപ്പോൾ മധുവിന് വരുമാനമൊന്നുമില്ല. ഭാസ്കരൻ മാഷ് അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ചെയർമാനാണ്. ദേവരായ മാഷ് ഭാസ്കരൻ മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, "എൻ്റെ കൂടെ നടക്കുന്ന മധുവിന് ഏഷ്യാനെറ്റിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം." ഭാസ്കരൻ മാഷ് ശ്രമിച്ചു കാണും, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് മാഷ് ദോഹ സന്ദർശനത്തിന് പോയി. അപ്പോൾ സന്തത സഹചാരിയായ മധു ദോഹയ്ക്ക് പോയി. അവിടെ ഒരു ജോലി വാങ്ങിക്കൊടുക്കാനും മാഷ് ശ്രമിച്ചു. പക്ഷെ എന്തുകൊണ്ടോ മാഷിനെ കൊണ്ട് മാഷ് പറഞ്ഞവരാരും എന്താ പറയാ, ജോലി ശരിയായി കൊടുത്തില്ല. അതിൻ്റെ ഒരു വിഷമം മാഷിന് എപ്പോഴും ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്നും മദ്രാസിൽ കൂടെ ചെന്നിട്ട് 3-4 ദിവസം മാഷിന്റെ കൂടെ കുശലമൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് അവിടെ കഴിഞ്ഞിട്ട് മധു തിരിച്ച് കൊല്ലത്തേക്ക് മടങ്ങുകയാണ്. മടങ്ങാൻ നേരത്ത് ദേവരാജൻ മാഷ് മധുവിന്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു. 2 കതർ ഷർട്ടും 2 കതർ മുണ്ടും. "ഇത് നീ കൊണ്ടുവന്ന് വി.എം. സുധീരനെ ഏൽപ്പിക്കണം. അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്മാനം." ദേവരാജൻ മാഷിന്റെ സമ്മാനമാണ്. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് മാർച്ചായപ്പോൾ മാഷിന്റെ വിളി വീണ്ടും വന്നു മധുവിന്. മധു അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചുമ്മാ മാഷിനോട് ഒരു കള്ളം പറഞ്ഞു. കാരണം മൃഷ്ടാനം 4 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് മാഷിനോടും ലീലാമണി അമ്മയോടും കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നിരുന്നിരുന്ന് പിന്നെ ഉറങ്ങി. അങ്ങനെ ഇരിക്കാൻ എന്തോ മധുവിനൊരു വൈഷമ്യം. അതുകൊണ്ട് മധു ഒരു കള്ളം പറഞ്ഞു, "മാഷേ, എനിക്ക് നല്ല പല്ല് വേദന, നീരൊക്കെ ഉണ്ട്, വരാൻ പറ്റില്ല" എന്ന് പറഞ്ഞു. "ആണോ? മധുവിന് പല്ല് വേദനയോ? ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തേ അസലൊരു പല്ല് ഡോക്ടറുണ്ട്. നമുക്ക് അയാളെ കാണിക്കാം. നീ കയറി വാ" എന്നായി മാഷ്. പല്ലൊക്കെ വേദനയില്ലാതെ എടുത്തു തരും. ആര്? ഈ ഡോക്ടർ എടുത്തു തരുമെന്നാണ് മാഷ് പറയണേ. മധുവിന് ചെല്ലാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ എന്തോ ഒരു വൈഷമ്യം. മാസ്റ്ററിന് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മധു അറിയണമല്ലോ. മാഷ് 4 നേരം ആഹാരവും തന്ന് ചെല്ലും ചെലവൊക്കെ കൊടുത്തിരുത്തുമെങ്കിലും മാഷിന് അതിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും മധു അറിയണമല്ലോ എന്ന് മധുവിനൊരു വിചാരം. പിറ്റേന്ന് വീണ്ടും മാഷ് വിളിച്ചു, "നീ വരണം. വരുമ്പോൾ ആ തമ്പാനൊരു ഓവർബ്രിഡ്ജിലുള്ള ആസാദിന്റെ മുന്നിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങണം." അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആസാദിന്റെ മുൻവശത്ത് ഒരു 3-4 സ്ത്രീകൾ പറങ്കി മാങ്ങ അണ്ടി, കശുവണ്ടി വീട്ടിലിട്ട് ചുട്ടു കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ പറയുന്ന അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് അവിടെ ഇരുന്ന് തല്ലി ആ തോടൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് തരും. ഇത്തിരി പൈസ കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ കടയിൽ എന്താ പറയുക, 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഇവരിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു 200 കൊടുക്കണം. പക്ഷെ അപാരമായ ടേസ്റ്റാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കാണാറില്ല. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങണം. പിന്നെ നീ പരവൂര് പോകണം. പരവൂര് പോയിട്ട് കുറച്ച് നെടുങ്കോലം മാങ്ങ വാങ്ങണമെന്നുണ്ട്. പരവൂര് മാത്രം കിട്ടുന്നൊരു മാങ്ങയാണ് നെടുങ്കോലം മാങ്ങ. അങ്ങനെ എന്താ പറയുക, മധു പരവൂരിൽ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചുകൊണ്ട് പരവൂര് ചെന്നു. അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഈ നെടുങ്കോലം മാങ്ങ കിട്ടിയില്ല. ഈ തല്ലി ക്ലീൻ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പുമായിട്ട് മധു മദ്രാസിലെത്തി. വിളിച്ചപ്പോൾ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ല. മധു ആട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. ചെന്നപ്പോഴാണ് അറിയുന്നത്, തന്നെ വിളിച്ച തലേ ദിവസം മാഷ് വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പ്രശസ്തമായ ആശുപത്രിയാണ് വിജയ
സ്റ്റുഡിയോക്കാരുടെ വിജയ ആശുപത്രി. നമ്മുടെ നസീർ സാർ അടക്കം അവസാനം കിടന്നതും മരിച്ചതും ആശുപത്രിയിലായിരുന്നു. മധു നേരെ വിജയ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ വിജയ ഹോസ്പിറ്റൽ എവിടെയെന്ന് പോലും മധുവിന് അറിയില്ല, പോയിട്ടില്ല. മധു എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് വിജയ ഹോസ്പിറ്റലിൽ ചെന്നു. ചെന്നിട്ട് ഏതിലേക്ക് കയറണം, എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം, മാഷ് എവിടെയാണ് കിടക്കണം, ഒന്നും മധുവിന് അറിഞ്ഞൂടാ. തമിഴിൽ റിസപ്ഷനിൽ ചോദിക്കാനും അറിയില്ല. മധു എവിടെ കൂടെയൊക്കെ കയറി നേരെ ചെന്നത് ICUവിനകത്ത്. ആലോചിച്ച് നോക്കൂ, ആർക്കും കയറാൻ പറ്റാത്ത ICUവിനകത്ത് മധു കയറി നേരെ ദേവരാജ മാഷിന്റെ മുമ്പ് ചെന്നു. മധുവിനെ കണ്ടതും മാഷ അതിശയത്തോടെ സന്തോഷത്തോടെ മൂക്കിൽ വെച്ചിരുന്ന മാസ്ക് അങ്ങ് വലിച്ചു ഊരിയിട്ട് പറഞ്ഞു, "എടാ മധു, നീ എത്തിയോ?" എന്ന് ചോദിച്ചു വളരെ സന്തോഷത്തോടെ ചോദിച്ചിട്ട് പറഞ്ഞു, "എടാ, എനിക്ക് വയസ്സായി. അപ്പുറം ഇപ്പുറം കിടക്കുന്ന 3 പിള്ളേരെ നോക്ക്, കൊച്ചു പിള്ളേരല്ലേ ഈ മാസ്കും വെച്ച് കിടക്കുന്ന, വളരെ സീരിയസ് ആയി 3 കുട്ടികൾ കിടക്കുകയാണ്. അതാണ് മാഷിന് പ്രയാസം. അല്ല, മാഷ് കിടക്കുന്നതിൽ മാഷിന് വിഷമമില്ല." മധുവിനെ കണ്ട് ഒരുപാട് നേരം മാഷ് സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമിഴത്തി നേഴ്സ് ഓടിക്കൊണ്ടു വന്നു. എപ്പടി ഉള്ള വന്നെന്ന് പറഞ്ഞ് തമിഴിൽ കുറെ പറഞ്ഞിട്ട് മധുവിനെ കെട്ടോട്ടടിച്ചു. "നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ട് ഇതിനകത്ത് കയറി? ICU യൂണിറ്റാണെന്നുള്ള ബോധം വേണ്ടെന്നൊക്കെ പറഞ്ഞു മൊത്തം ലെഫ്റ്റ് റൈറ്റ് അടിച്ച് മധുവിനെ വെളിയിലാക്കി. അങ്ങനെ മധു പുറത്തേക്ക് ചാടി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ICUവിൽ നിന്ന് മധു ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ലീലാമണി അമ്മയ്ക്ക് അതിശയം. കാരണം അവരെ പോലും കയറ്റുന്നില്ല. വൈകുന്നേരം മാത്രം ഒരു 2 മിനിറ്റ് കയറി കാണാനേ പറ്റുന്നുള്ളൂ. അവിടേക്കാണ് ഡോക്ടർമാരൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആശുപത്രിയുടെ മുതലാളി വരുമ്പോലെ മധു ഇറങ്ങി വരുന്നത്. അപ്പോൾ ലീലാമണി അമ്മയ്ക്ക് വലിയ അതിശയമായി. "മധു, നീ ഏതിലെ കൂടിയാ ഇതിനകത്ത് കയറിയത്?" എന്ന് ചോദിച്ചു. "ആ, മധുവിനറിയാമോ, ഞങ്ങളെപ്പോലും കയറ്റാത്തിടത്ത് നീ എങ്ങനെ മാഷിൻ്റെ അടുത്തെത്തി?" "ആ, അതും മധുവിനെ അറിഞ്ഞൂടാ. വഴിതെറ്റി കയറിയതാണ് മധു. പക്ഷെ അതൊരു നിയോഗമായിരുന്നു എന്ന് പറയാം. പ്രഷർ വളരെ കുറഞ്ഞതിനാലാണ് മാഷിനെ കൊണ്ടുവന്നത്. പരിശോധനയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് കണ്ടെത്തി. അപ്പോൾ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ട്. വയലാർ മാഷിന് ഒരു കസേര സമ്മാനിച്ചിരുന്നു. അപ്പോൾ മാഷിന് വയ്യാതാവുമ്പോൾ ആ കസേരയിലിരുത്തി കാറിനടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടാണ് കാറിലേക്ക് കയറ്റുന്നത്. എനിക്ക് തോന്നുന്നു വയലാറിൻ്റെ ഒരു സപ്പോർട്ട് അപ്പോൾ ഉണ്ടാകുമായിരിക്കും. അങ്ങനെ വയലാർ സമ്മാനം കൊടുത്ത കസേരയിലിരുത്തിയാണ് മാഷിനെ കാറിലേക്ക് കയറ്റുന്നത്. ആൻജിയോപ്ലാസ്റ്റിക്ക് കാശടച്ചു. ബ്ലോക്ക് നന്നായിട്ടുണ്ട് എന്നാണ് ചികിത്സിച്ച അല്ലെങ്കിൽ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത്. 2 ദിവസം കൊണ്ട് മാഷിൻ്റെ മുഖത്ത് വെച്ചിരുന്ന മാസ്ക് എല്ലാം മാറ്റി. ശ്വാസതടസ്സം മാഷിന് ഇല്ലാതായി. ആസ്ട്രേലിയയിൽ നിന്ന് മകള് വരും എന്നറിയിച്ചു. പിറ്റേന്ന് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, "ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യണ്ട, നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാം." എനിക്ക് തോന്നുന്നു മാഷ് ദുർബലനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അത് മറച്ചു വെച്ചിട്ട്, മാഷിന് ഇനി ആൻജിയോപ്ലാസ്റ്റി ഒന്നും വേണ്ട, നമുക്ക് മരുന്നുണ്ട്, ഇത് ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. മാഷ് അത് വിശ്വസിക്കുകയും ചെയ്തു. പാവം. ആൻജിയോപ്ലാസ്റ്റി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ മാഷിന് വലിയ ആശ്വാസമായി. മാഷിൻ്റെ വിൽ പവറാകാം അസുഖങ്ങളെ അതിജീവിച്ചതെന്നാണ് പാവം മധു കരുതിയത്. സ്ട്രോക്കിൽ നിന്നും മാഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടില്ലേ. ഇപ്പോൾ ഇത് ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്നും മാഷ് തരണം ചെയ്തിരിക്കുന്നു. വിൽ പവർ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ദേവരാജ മാഷ് ആശുപത്രിയിൽ നിന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ രക്ഷപ്പെട്ടത് എന്ന് പാവം മധു കരുതി. 2 നാൾ കഴിഞ്ഞപ്പോൾ മാഷിനെ മുറിയിലേക്ക് മാറ്റി. മൂത്രം പോകാനിട്ടിരുന്ന ട്യൂബ് മാറ്റി. റൂമിലേക്ക് മാഷിനെ കൊണ്ടുവരുമ്പോൾ TV-യിൽ തമിഴ് നടി ഭാനുമതിയുടെ ഒരു സിനിമ നടക്കുകയായിരുന്നു. മധുവിനോട് ഭാനുമതിയെപ്പറ്റി കുറേ നേരം മാഷ് സംസാരിച്ചു. എന്നിട്ട് മാഷ് ചാനൽ മാറ്റിയപ്പോൾ സഖാവ് VS അച്യുതാനന്ദൻ സംസാരിക്കുന്ന വിഷ്വലാണ്. അത് കണ്ടപ്പോൾ മാഷിന് വലിയ സന്തോഷമായി. മാഷ് മധുവിനോട് പറഞ്ഞു, തയ്യൽക്കാരനായിരുന്ന കാലം മുതലേ അച്യുതാനന്ദനെ എനിക്കറിയാം. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അയാൾ. ഇതായിരുന്നു VS അച്യുതാനന്ദനെ കുറിച്ച് ദേവരാജ മാഷ് പറഞ്ഞത്. അവസാനം സ്വയം പറയും പോലെ പറഞ്ഞു, "നല്ല മനുഷ്യനാ." മധു പകല് മാഷിനോടൊപ്പം നിൽക്കും, രാത്രി ലീലാമണി അമ്മ ഇരിക്കും. അപ്പോഴാണ് മകള് ഷർമിള വിദേശത്തു നിന്ന് വന്നത്. അവർ വരുന്നു എന്നറിഞ്ഞപ്പോൾ മധു പറഞ്ഞു, "മാഷേ, ഷർമിള വരുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകും." അതെന്താ നേട്ടം? "അല്ല, ഷർമിള വന്നാലേ നീ എന്തിനാ പോണത്?" എന്നായി മാഷ്. മകളെത്തി. പകല് അവരിരിക്കും, രാത്രി അമ്മ ഇരിക്കും. പിന്നെ ഞാൻ എന്തിനാ മാഷെ വെറുതെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് എന്നായിരുന്നു മധുവിൻ്റെ വർത്തമാനം. മകളെത്തി. മാർച്ച് 14-ാം തീയതി മാഷ് ഡിസ്ചാർജ് ആകും.
ഡിസ്ചാർജ് ആയി. എല്ലാവരും കൂടി കാറിൽ ഞെരുങ്ങണ്ട, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ മുൻപേ പോകാമെന്ന് മധു പറഞ്ഞു. അത് വേണ്ട, പോകുമ്പോൾ ഒന്നിച്ചു പോയാൽ മതി എന്നായി മാഷ്. വീൽ ചെയറിൽ ഒരു അറ്റൻഡർ ഉരുട്ടി കാറിനടുത്തേക്ക് കൊണ്ടുപോയി. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തോ ഓർത്ത പോലെ മാഷ് പറഞ്ഞു, ഈ അറ്റൻഡർക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണമല്ലോ. മദ്രാസിലാണെങ്കിൽ ഹോട്ടലുകളിൽ വരെ ടിപ്പ് കൊടുക്കേണ്ട സ്ഥലമാണ്. എടാ മധു, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മധു പറഞ്ഞു, ഇല്ല മാഷെ, എന്താ എന്ന് ചോദിച്ചു. അല്ല, ഈ അറ്റൻഡർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശുണ്ട് എന്ന് പറഞ്ഞു. ലീലാമണിയമ്മ എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാഷ് പറയാണ്, അല്ലെങ്കിൽ വേണ്ട, ഇനി വരുമ്പോൾ തരാം എന്ന് അറ്റൻഡറോട് പറഞ്ഞു. അത് കേട്ട ലീലാമണിയമ്മ തിരുത്തി, ജയിലിലും ആശുപത്രിയിലും അങ്ങനെ പറയരുത്, ഇനിയും വരാമെന്ന്. ഒരു സമയം മോശമായ സമയത്ത് പറയുകയാണെങ്കിൽ വീണ്ടും ഫലിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇനിയും വരാമെന്ന് ആരെങ്കിലും ജയിലിൽ ഇറങ്ങാൻ നേരത്ത്, വാർഡൻ ഇനിയും വരാൻ കേട്ടോ എന്ന് പറയില്ലല്ലോ. അതുപോലെ ആശുപത്രിയിലും ഇനി വരാം എന്ന് പറയരുത് എന്നാണ് അവർ പറഞ്ഞത്. വീട്ടിലെത്തി, നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് മധുവിനോട് മാഷ് ശട്ടം കെട്ടി. സംസാരിക്കേണ്ട അധികം, ഗുളിക കഴിച്ചു, ഉറങ്ങണം എന്ന് ഭാര്യ പറഞ്ഞു. എന്നിട്ട് അവർ കുളിക്കാൻ പോയി. മകനും മകളും കൂടി പുറത്ത് ഹാളിലിരുന്ന് സംസാരിച്ചു. മാഷിന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. മാഷ് ടോയ്ലറ്റിലേക്ക് പോയി. തിരിച്ചു വന്നു. മാഷ് കട്ടിൽ കിടന്നതൊന്നും റോങ് ആയി. കാരണം തലേണ ഇരിക്കുന്ന ഇവിടെയാണെങ്കിൽ മാഷ് ഈ വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. അത് കണ്ടപ്പോൾ, എന്താ മാഷ് ഇങ്ങനെ തലേണ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ കയറി കാലിരിക്കുന്നിടത്ത് തല വെച്ച് കിടക്കുന്ന എന്താണെന്ന് നോക്കി. നോക്കുമ്പോഴേക്കും ഒരനക്കവും ഇല്ല മാഷിന്. വേഗം കാറെടുത്തു. മകൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി, മകൾ ഫ്രണ്ട് സീറ്റിൽ കയറി. മാഷിൻ്റെ തല ലീലാമണിയമ്മയുടെ മടിയിൽ വച്ചു, കാലുകൾ മധുവിൻ്റെ മടിയിലും വച്ചു. അങ്ങനെ വേഗം വീണ്ടും വിജയ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഡോക്ടർമാർ ഓടി ഒന്ന് പരിശോധിച്ചു. 15 മിനിറ്റിന് മുമ്പ് ഈ ലോകം വിട്ട് മാഷ് പോയി എന്ന് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു. ആരെയും വേദനിപ്പിക്കാതെ, ആലോചിച്ച് നോക്കി, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് എല്ലാവരും, ഒരാൾ കുളിക്കാൻ പോയി, അമ്മ കുളിക്കാൻ പോയി, മക്കൾ രണ്ടുപേരും വെളിയിരുന്ന് സംസാരിച്ചു. മധു, നീ എൻ്റെ അടുത്തുണ്ടാവണമെന്ന് പറഞ്ഞ് റൂമിൽ തന്നെ ഇരുത്തിയിട്ട് മാഷ് ടോയ്ലറ്റിൽ പോയതാണ്. പോയിട്ട് തിരിച്ചു വന്ന് തലേണ ഇരിക്കുന്ന ഭാഗത്ത് കിടക്കാതെ മറുവശം ചരിഞ്ഞു കിടന്നു. മാഷ് എന്താ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതെന്ന് പരിശോധിക്കുമ്പോഴേക്കും ഒരനക്കവുമില്ല. ടോയ്ലറ്റിൽ പോലും പുള്ളി വീണില്ല എന്നുള്ളതാണ്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് കട്ടിലിൽ വന്ന് ചരിഞ്ഞു കിടന്ന് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യൻ, ആരെയും ശല്യപ്പെടുത്താതെ പോകാൻ പറ്റില്ല. ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവേണ്ട ആളായിരുന്നു മാഷ്. പക്ഷേ അതുണ്ടായില്ല, മാഷ് പോയി. ഞാൻ ഈ പറഞ്ഞ കഥയിൽ വീണ്ടും ഞാൻ തുടക്കത്തിലേക്ക് ഇതിനെ പോവുകയാണ്. ഇപ്പോൾ സൈബർ ബുള്ളിങ് നടത്തി എന്ന് പറയുന്ന മഹാൻ, യൂട്യൂബിന് പരാതി കൊടുത്ത മഹാനെ വേദനിപ്പിക്കുന്ന ഒരു വരി പോലും ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ ദേവരാജൻ മാഷിനെ പറ്റി ഇങ്ങനെ നല്ല അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ, അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെ കുത്തി സംസാരിക്കുന്നതിൻ്റെ പക കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വൈരാഗ്യം കൊണ്ടായിരിക്കാം, നമ്മുടെ ചാനലിനെ സൈബർ കേസ് അല്ല യൂട്യൂബിൽ പരാതി കൊടുത്ത് സൈബർ ബുള്ളിങ് നടത്തി എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വേറെ ഏതെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ, ഒരുപാട് പേര് വിളിച്ച് ദേവരായ മാഷിനെ കുറിച്ച് അറിയാത്ത ഈ കഥകൾ പറഞ്ഞതിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രവിമേനോൻ അടക്കം, അല്ലെങ്കിൽ പെരുമ്പടവൻ ശ്രീധരൻ സാർ അടക്കം പറഞ്ഞ ഒരു നല്ല സ്റ്റോറിയെ എങ്ങനെ നശിപ്പിക്കാൻ തോന്നിയെന്ന് എനിക്കറിയില്ല. 1000 വട്ടം ഞാൻ പറയുന്നു, നമ്മുടെ ചാനലിൽ വരുന്ന ഏത് പ്രോഗ്രാം, ഇതുപോലെ വരുന്ന പ്രോഗ്രാമുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ചാനലിനെ തന്നെ സൈബർ കേസ് കൊടുത്ത് ഇല്ലാതാക്കിയാലും 100 ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ചാനലുകൾ വീണ്ടും 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 തുടങ്ങും. നിങ്ങളെ പുളിയില്ലാതെ രസം വയ്ക്കാം എങ്ങനെ, അല്ലെങ്കിൽ കായമില്ലാതെ സാമ്പാർ വയ്ക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പുളിയൊ നിൽക്കുന്ന നേരം എങ്ങനെ എന്നുള്ള ഹസ്തരേഖയൊക്കെ പറയുന്ന പോലത്തെ വളിപ്പുകളല്ലല്ലോ ഞാൻ പറയുന്നത്. ഒരു ചാനലിൽ വളരുന്നു എന്ന് കാണുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥനാവുന്ന ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ കലാകാരനെന്ന് പറയും? ക്രൂരമായ മനസ്സുള്ള ഒരാളിനല്ലേ കഴിയും. പോട്ടെ, ദേവരാജൻ മാഷിനെ പോലെ ഒരു നല്ല മനസ്സുള്ള ഒരാളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവസാനം അതിലേക്ക് പോകുന്നില്ല. ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലെ ഹൃദയവേദന പറഞ്ഞു പോയതാണ്. ദേവരാജൻ മാഷിന് ദേവരാജ സംഗീതം നൽകിയ, മലയാളത്തിന് എന്നും ചിരഞ്ജീവിയായി ജീവിക്കുന്ന ദേവരാജൻ മാഷിന്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന്, അദ്ദേഹത്തിന് വിശ്വാസമില്ല എങ്കിൽ പോലും ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.